കാണുമ്പോൾ അലൂമിനിയം മാതിരി ഇരിക്കും. അതിനകത്ത് ഈ കറിയൊക്കെ ഇട്ട് ഇറ്റ്സ് ദ മോസ്റ്റ് ഡേഞ്ചറസ് പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. ജസ്റ്റ് കാഷ്വലായിട്ട് സ്റ്റുഡൻസിനോട് ചോദിക്കും എന്താണ് നിങ്ങളുടെ ഭാവി പ്ലാൻ, ഞങ്ങൾക്ക് അറിയില്ല. കോവിഡ് വന്നതിന് ശേഷം സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ എവിടെ നിന്ന് എവിടെ വരെ എത്തി. പണ്ടത്തെ ഒരു 10 years ബാക്ക് ആൾക്കാർ ഹോട്ടലിൽ പോകുന്ന ഒരു ഫ്രീക്വൻസിയിലല്ല. ഇവിടെ പ്ലാസ്റ്റിക് നിരോധനം ഉണ്ട്. ഈ പ്ലാസ്റ്റിക് നിരോധനം എന്ന് പറയുന്നത് ഓൺലി ക്യാരി ബാഗിൽ മാത്രമാണ് ഈ നിരോധനം ഉള്ളത്. ഇവിടെ മാർക്കറ്റിൽ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ് പല ഇത് ആൾക്കാർ കൊടുക്കുന്നത് സർട്ടിഫൈഡ് പോലും അല്ല, പക്ഷെ എങ്ങനെയൊക്കെ എഴുതിയിരിക്കും. ഇന്ന് ബയോ കോട്ടിംഗ് എന്ന് പറയുന്ന സംഭവം ആകെ കൂടുതൽ വർക്കൗട്ട് വന്ന ടീ കപ്പിലാണ്. ഒരു ടീ കപ്പിന്റെ ഷെൽഫ് ലൈഫ് 15 minutes to 20 minutes. നിങ്ങൾ ടീ എഴുതാൻ കളയുക. 4000 കൂടുതൽ ആൾക്കാർ ഞങ്ങളുടെ പാക്കേജിങ് യൂസ് ഉണ്ട്. എവറി സിംഗിൾ ഡേ ആണ്. ഒരുപാട് ആൾക്കാർ ഈ സ്പേസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ടെക്നോളജി ബേസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ്. പക്ഷെ അവർ ഒരു ലെവൽ കഴിയുമ്പം ഇത്രയും ഫെയിലിയർ ആകുമ്പോഴത്തേക്ക് അവർ ഇട്ടിട്ട് പോകും. TMJ സ്പാർക്കപ്പ് സീരീസിൽ തിരുവനന്തപുരത്തുള്ള വർഷ എക്കോ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഫൗണ്ടേഴ്സായ നിതീഷ് സുന്ദരേശനും അനു നിതീഷുമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സസ്റ്റൈനബിൾ അല്ലെങ്കിൽ എക്കോ സൊല്യൂഷൻ ഈ ഒരു മേഖലയിലേക്ക് ഒരു സൊല്യൂഷനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റായിട്ട് അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് വരാമെന്നുള്ളതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ എവിടെ നിന്നാണ് ഉണ്ടായത്? അതുകൂടാതെ തന്നെ ഈ വർഷ എന്നുള്ളൊരു പേര് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പേരുമാണ്. അപ്പോൾ ആ പേരിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് എത്തിച്ചേർന്നത്? വർഷ ഞങ്ങൾ കമ്പനിക്ക് പേര് നോക്കുമ്പം തന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഒരു സാൻസ്ക്രിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പേരായിരിക്കണം, പിന്നെ ഇക്കോ ഫ്രണ്ട്ലി ഒരു ടച്ചും കൂടെ ഉള്ളൊരു പേരായിരിക്കണം. അപ്പം ഒരുപാട് പേര് ഞങ്ങൾ നോക്കി അപ്പം നമുക്കത് ട്രേഡ് മാർക്ക് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂ ആയി. അറൗണ്ട് 14 days എടുത്തു നമുക്ക് ഈ പേര് കൺഫേം ചെയ്യാനായിട്ട്. വർഷം മഴ എന്നുള്ളൊരർത്ഥത്തിലാണ് ഞങ്ങൾ ആ പേരെടുത്തത്. അപ്പം അത് വെച്ച് ഞങ്ങൾക്ക് ട്രേഡ് മാർക്കും ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് അതിനെ ജസ്റ്റ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് വർഷ്യ എന്നാക്കി. അങ്ങനെയാണ് ആ പേരിലോട്ട് വന്നത്. ഈ മേഖലയിലേക്ക് വരാനുള്ള ഒരു മോട്ടിവേഷൻ, ആ ഒരു സ്റ്റോറി ജേർണി? ആക്ച്വലി ഞങ്ങൾ ഗൾഫിലായിരുന്നു. അന്നേരം ബിസിനസ് ചെയ്യണമെന്ന് ഇൻസ്പിറേഷൻ പണ്ട് തൊട്ടേ എനിക്ക് ഒരു ഉള്ളതാണ്. പക്ഷെ അറ്റ് സം പോയിന്റ് ലൈഫിന് ആ ഒരു ഇത് പോയി ജോലിയിലൊക്കെ ആയി അങ്ങനെ അത് പോയി ഇരുന്ന കാലത്ത് ഒരു ബിസിനസ് രീതിയിൽ റീസ്റ്റാർട്ട് ചെയ്തു ഗൾഫിൽ. അന്ന് ഞങ്ങൾ മസ്കറ്റിലാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പം പുള്ളിക്കാരിക്ക് ജോബ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ 4-star 5-star ഹോട്ടൽസിലേക്ക് പല മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ഒരു ട്രേഡിങ് കമ്പനീസിൻ്റെ ഇതായിരുന്നു. എവിടെയോ ഞാൻ പല പ്രോഗ്രാംസൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ ഈ എൻവയോൺമെൻറ്റ് റിലേറ്റഡുള്ള ഇഷ്യൂസൊക്കെ ഒരു 10-12 വർഷം മുൻപ് ഇങ്ങനെ ഞാൻ പഠിച്ചത്. സോ റീസൈക്ലിംഗ് ഒരു എനിക്കിഷ്ടപ്പെട്ട ടോപ്പിക്കായി മാറി ആ സമയത്ത്. പക്ഷേ അതൊരു ബിസിനസ് സ്കോപ്പ് ഉള്ളതുമാണെന്ന് മനസ്സിലായി. ഞങ്ങൾ പല രീതിയിലുള്ള ട്രയൽസ് നടത്തി. പ്ലാസ്റ്റിക് റീസൈക്ലിങ്ങിൻ്റെ, മെറ്റൽ സ്ക്രാപ്പ് റീസൈക്ലിംഗ്, എക്സ്പോർട്ട്, പലതും. അൺഫോർച്ചുനേറ്റ്ലി അത് ആ മാർക്കറ്റ് ഈസ് ടു ന്യൂ അറ്റ് ദാറ്റ് ടൈം. അതൊരു ആപ്റ്റായിട്ടുള്ള സമയമല്ല എന്നുകൊണ്ട് സർവൈവൽ മോഡിലോട്ട് ഞങ്ങൾ വന്നു. വേറെ പല രീതിയിലുള്ള ഇൻറ്റീരിയർ കോൺട്രാക്ട് ഫിറ്റിങ്സും ഈ ഹോട്ടൽ സപ്ലൈസും ഒക്കെ നടത്തി ഇങ്ങനെ പോയിരുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിൻ്റെ ബാക്കിൽ അവിടെ ഈ മലക്കറി പല രീതിയിലുള്ള കൃഷി തുടങ്ങി. അത് ഞങ്ങൾ ഒരു 50 ചട്ടിയായിട്ട് തുടങ്ങി 300 ചട്ടി ഒരു സീസണിൽ ചെയ്യാൻ തുടങ്ങി. അത് ഞങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന കണ്ട് എൻ്റെ തന്നെ പല ക്ലയൻറ്റ്സ് ചോദിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ ഇക്കോ ഫ്രണ്ട്ലി ടേംസ് കേൾക്കുന്നത്. ഇക്കോ ഫ്രണ്ട്ലി എന്നൊരു ടേംസ് ഇങ്ങനെ ഞങ്ങൾക്ക് കുറേ ക്ലയൻറ്റ്സ് യൂറോപ്പിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹോട്ടൽ ഞങ്ങൾ ബുക്ക് ചെയ്യണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇക്കോ ഫ്രണ്ട്ലി സസ്റ്റൈനബിലിറ്റി ഉണ്ട്. അങ്ങനെ അവരുമായിട്ട് അവിടെ ഒരു ഓസ്ട്രേലിയൻ പുള്ളിയായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു. പുള്ളിയാണ് എനിക്ക് ഇതിനെ കുറച്ചും കൂടെ ഐഡിയാസ് പറഞ്ഞു തന്നത്, ഹൗ വി ക്യാൻ ബിൽഡ് എ ബിസിനസ് എന്ന്. അന്നേരം പുള്ളിയുടെ കൂടെ ചേർന്നിട്ട് നമ്മൾ കുറച്ചൊരു ബിഗ് ബിസിനസ് സ്കോപ്പ് ആലോചിച്ചു. അന്നേരം എക്സിസ്റ്റിംഗ് ബിസിനസ്സും റണ്ണിങ് ആണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ഇതിൻ്റെ വർക്കൗട്ട് ചെയ്ത് വരുന്നതും കുറച്ചൊരു പേഴ്സണൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാം കൂടെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൻ്റെ വന്നാണ്. ഓയിൽ പ്രൈസിൻ്റെ ഇതൊക്കെ വന്നു, പ്ലസ് കോവിഡ്. ഇത് മൂന്നും കൂടി ഞങ്ങളെ ഹിറ്റ് ചെയ്ത് ഒരേ സമയത്താണ്. കോവിഡ് അതല്ലാതെ അവിടുത്തെ സുൽത്താൻ മരിക്കുന്ന ഒരു 3 months. അപ്പം ഞങ്ങളുടെ മെയിൻ ബിസിനസ് ഹോട്ടൽസ് ആയിരുന്നു. അപ്പം 3 months അവിടെ മോർണിംഗ് പീരീഡ് ആയിരുന്നു. അപ്പം ഹോട്ടൽസ് കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ആയി. ഒന്നും മീൻസ് ഷട്ട് ഡൗൺ പോലായിരുന്നു. ഒരു പാർട്ടി അങ്ങനത്തെ ഇവന്റ്സ് ഒന്നും ഹോട്ടൽസ് നടക്കാത്തതുകൊണ്ട് അപ്പം അതൊരു സ്റ്റാഗ്നന്റ് ആയി. അപ്പം ഞങ്ങൾക്ക് ക്യാഷ് ഫ്ലോ ഭയങ്കര ഇഷ്യൂ ആണ്. അങ്ങനെ ഇത് വരുമ്പം ഈ കസ്റ്റമേഴ്സ് ഈ പറഞ്ഞ ഈ പുള്ളിയായിട്ടൊക്കെ നമ്മൾ സംസാരിച്ച ഇതിൽ ഞാൻ ഈ പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ ഞാൻ നാട്ടിൽ വന്ന് പല മാനുഫാക്ചേഴ്സിനെയൊക്കെ കണ്ടു. വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ചൈന ആൻഡ് ഇന്ത്യ ഇസ് ഗോയിങ് ടു ബി ബിഗ്ഗസ്റ്റ് മാനുഫാക്ചറിങ് ഫോർ ബയോ പ്രൊഡക്ട്സ്. അങ്ങനെ നമ്മൾ പല മാനുഫാക്ചേഴ്സ് കണ്ട് പ്രൊഡക്റ്റിങ് ഈ പറഞ്ഞ പോലെ ബ്രാൻഡ് നെയിം, പ്രൊഡക്റ്റ് ലൈൻ എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴാണ് കോവിഡ് വരുന്നത്. പിന്നെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ആദ്യം ഇവരെ ഫാമിലി നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെ കുറച്ച് നാൾ നിൽക്കാം. ഖത്തർ ഫിഫ വേൾഡ് കപ്പിന് വേണ്ടി ഇക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് ഹോട്ടൽസ് അങ്ങനെയൊക്കെ കൺസെപ്റ്റാണ്. അൺഫോർച്യുനേറ്റ്ലി
അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ഇങ്ങോട്ട് കോവിഡ് സമയത്ത് ഷിഫ്റ്റ് ആയിട്ട് ആ ഒരു പ്രൊലോങ്ങിങ് ആയിരുന്നു, തിരിച്ചു പോകാൻ പറ്റാത്തത്. ആ സമയത്ത് ഫോർച്ചുനേറ്റ്ലി ഇവിടെ പല എൻക്വയറീസ് ഒരുപാട് ഡിമാൻഡ് വരാൻ തുടങ്ങി. സോ ഒരു ഘട്ടം എത്തിയപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്ത് തിരിച്ചു പോകണ്ട, ഇവിടെ തന്നെ നിന്ന് സെറ്റ് ചെയ്യണം. പക്ഷെ അത് ഞങ്ങളവിടെ വെക്കറ്റൊന്നും ചെയ്തിട്ടില്ല, ഒന്നും പാതി വഴിയിൽ നിൽക്കുന്നതാണ്. അങ്ങനെയാണ് ഗ്രീൻ കൺസെപ്റ്റ് ഇവിടെ ഡിമാൻഡ് ഉണ്ട്, നല്ലൊരു ബിസിനസ് സ്കോപ്പ് ഉണ്ട്. ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രൊഡക്റ്റ് ലൈൻ നല്ലതാണ്. അതിൻ്റെ ബേസിൽ ഞങ്ങൾ 2-3 ഫ്രാഞ്ചൈസി മോഡൽ കൊടുത്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പിന്നെയും കോവിഡ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് കാരണം ആ മോഡൽ വർക്കൗട്ട് ആയില്ല. സോ പറയൂല, എൻ്റർപ്രണർഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റാണ് യു ഷുഡ് പൈവോട്ട്. ഇത് നടന്നില്ലെങ്കിൽ അടുത്തതിലോട്ട് പൈവോട്ട് ചെയ്യുക. അന്നേരം ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പം അതിലുള്ള ഏറ്റവും ഒരു ഫാസ്റ്റ് മൂവിങ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് പാക്കേജിംഗ് ആയിരുന്നു. സോ വി ഫോക്കസ്ഡ് ഓൺ പാക്കേജിങ്, ഫുഡ് പാക്കേജിങ്. ഈ സസ്റ്റൈനബിലിറ്റി എന്നുള്ളത് ഒരു ബസ് വേർഡാണ്. ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ലോകം മൊത്തം ഒരു ബസ് വേർഡാണ്. ഈ സസ്റ്റൈനബിലിറ്റി ഒരു ബസ്സായി മാത്രം നിൽക്കാതെ നമ്മൾ ഇപ്പോൾ വർഷ ത്രൂ ഒരു റിയൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ പരിശ്രമിക്കാറുള്ളത്? പുള്ളിക്കാരൻ പറഞ്ഞ പോലെ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ട്രേഡിംഗ് ബിസിനസ് ഫുള്ളി ഇക്കോ ഫ്രണ്ട്ലി, അതായത് ഡെയിലി ഫ്രം ദ ഡേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു ബ്രഷ് ചെയ്യുന്നത് തൊട്ട് ടിൽ ദ എൻഡ് നമ്മൾ കിടക്കാൻ പോകുന്നവരെ നമുക്ക് എന്തെല്ലാം പ്രോഡക്ട്സ് സസ്റ്റൈനബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു റിസർച്ച് നടത്തിയിട്ട് അതിൻ്റെ ഒരു ട്രേഡിങ് വെച്ചാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയത്. ബാംബു ടൂത്ത് ബ്രഷ്, ഹെയർ കോംബ്, വുഡൻ കോംസ്, ക്ലേ യൂട്ടൻസിൽസ്, അങ്ങനെയുള്ള ഒരു വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ഞങ്ങൾക്ക് ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ട്രേഡിങ് വെച്ചായിരുന്നു ഞങ്ങൾ ഒരു 2 years ബാക്ക് തുടങ്ങിയത്. അപ്പോൾ ഈ ട്രേഡിങ് തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിരുന്നു പേപ്പർ പാക്കേജിങ്. അപ്പോൾ പേപ്പർ പാക്കേജിങ്ങിൻ്റെ ഞങ്ങൾ ആഡ്സ് ഒക്കെ ഇടാൻ തുടങ്ങുമ്പോഴേക്കും ഞങ്ങൾക്ക് എക്സ്പോർട്ട് എൻക്വയറീസ് വരാൻ തുടങ്ങി. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് മനസ്സിലായി പേപ്പർ പാക്കേജിങ്ങിൽ ഒരു ലൈനിങ് ഉണ്ട്, അത് പ്ലാസ്റ്റിക് ലൈനിങ് ആണ്. സോ ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ എൻവയോൺമെൻറ്റ് എന്നുള്ളത്. അപ്പോൾ അതിനെന്താണ് ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഓൾ ഇന്ത്യ ഒരുപാട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ആയിട്ട് തന്നെ, അപ്പം അന്ന് നിലവിൽ വരുന്നത് PLA എന്ന് പറയുന്ന മെറ്റീരിയൽ ആയിരുന്നു, ബയോ പ്ലാസ്റ്റിക് എന്നുള്ള ഒരു ഇതിൽ. അപ്പം PLA വന്നിട്ട് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഇല്ലാത്തത് കാരണം അത്യാവശ്യം നല്ല കോസ്റ്റ് ആവുന്നുണ്ട്, അത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് സംസാരിച്ചിട്ടാണ് ലാസ്റ്റ് ഇവിടെ ട്രിവാൻഡ്രം CSIR ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഈ പ്ലാസ്റ്റിക് കോട്ടിങ്ങിന് പകരം പുതിയൊരു കോട്ടിങ് ഡെവലപ്പ് ചെയ്ത്, അതായത് ഓയിൽ ബേസ്ഡ് കോട്ടിങ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു. അങ്ങനെയാണ് കൂടുതൽ ഞങ്ങൾ സസ്റ്റൈനബിലിറ്റിയെ പറ്റി കൂടുതൽ പഠിക്കാനും തുടങ്ങിയത്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നിലവിൽ നമ്മൾ പ്രോഡക്ട്സ് ഇപ്പം ഇവിടെ പ്ലാസ്റ്റിക് നിരോധനമുണ്ട്. ഈ പ്ലാസ്റ്റിക് നിരോധനം എന്ന് പറയുന്നത് ഒള്ളി ക്യാരി ബാഗിൽ മാത്രമാണ് ഈ നിരോധനം ഉള്ളത്. പക്ഷേ അത് ഈ ക്യാരി ബാഗ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് നമ്മൾ വാങ്ങിയിട്ടുകൊണ്ട് വരുന്ന നമ്മുടെ അരി ആയാലും അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ആയാലും ബ്രഷ് ആയാലും എല്ലാം വരുന്ന പാക്കേജിങ് പ്ലാസ്റ്റിക് തന്നെയാണ്. ക്യാരി ബാഗ് മാത്രം നിരോധിച്ചത് കൊണ്ട് വലിയൊരു മാറ്റം ഉണ്ടാവണം എന്നില്ല. അതിനുള്ളിൽ നമ്മൾ വാങ്ങി വീട്ടിലേക്ക് നിത്യോപയോഗത്തിന് മേടിച്ചുകൊണ്ട് വരുന്ന എല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. അപ്പം പാക്കേജിങ് എന്ന് പറയുന്നത് ഭാവിയിൽ ഒരു വലിയ സ്കോപ്പുള്ള ഒരു ഏരിയ ആണ്. അങ്ങനെ ഞങ്ങൾ റിസർച്ച് ചെയ്യുമ്പോഴാണ് മനസ്സിലായത്. അങ്ങനെയാണ് ഞങ്ങൾ ഒരു പാക്കേജിങ് സസ്റ്റൈനബിൾ പാക്കേജിങ് കമ്പനിയായിട്ട് നമ്മളതൊന്ന് മോഡിഫൈ ചെയ്യാന്ന് വെച്ചാൽ, അപ്പം ഏതൊരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റ് വന്നാലും അതിനൊരു പാക്കേജിങ് വേണം. അപ്പം അത് നിലവിലൊരു ഓപ്ഷൻ പ്ലാസ്റ്റിക് മാത്രമേ ഉള്ളൂ. അപ്പം അതിനെങ്ങനെ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ചെയ്യാമെന്നുള്ളൊരു ഇതിലാണ് ഞങ്ങളുടെ കമ്പനി ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത്. അത് ഈ ബസ് വേർഡ്സിൽ നമ്മൾ ഈ പറയുന്നത് അബ്സല്യൂട്ട്ലി റൈറ്റ് ആണ്. അതൊരു സ്ഥലത്ത് വന്നിങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുക, ഇത് ഒരു എക്സ്പാൻഡ് ആകുന്നില്ല. ഈ ഒരു ഇത് അത് വളരെ സ്ലോ ഗ്രോത്ത് ആണ്. അതിൻ്റെ ഒരു മെയിൻ കാരണം പ്രൈസ് തന്നെയാണ്. സെക്കൻഡ് അഡാപ്റ്റബിലിറ്റി, തേർഡ് ഫങ്ഷനാലിറ്റി. അന്നേരം പ്രൈസ് എല്ലാവരും നോക്കുമ്പം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാക്കേജിങ് അവരുടെ എൻറ്റയർ പ്രൊഡക്റ്റ് കോസ്റ്റിൽ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. ഓക്കെ. സെക്കൻഡ് അഡാപ്റ്റബിലിറ്റി എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒരു തോന്നൽ വേണം, എനിക്കിത് മാറ്റി പ്ലാസ്റ്റിക്കിന് പകരം എന്ത് യൂസ് ചെയ്യും. ഫങ്ഷനാലിറ്റിയുടെ ഇഷ്യൂ വരുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ റെസ്റ്റോറൻറ്റിന് എടുക്കുകയെന്ന് വെച്ചാൽ, അപ്പോൾ ഞങ്ങൾ ഒരുപാട് ലീഡിങ് ബ്രാൻഡ് റെസ്റ്റോറൻറ്റ്സുമായിട്ടൊക്കെ ഞങ്ങൾ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഞങ്ങൾ അവരുടെ കിച്ചൺസിൽ പോയി അവിടെ നിന്ന് ഞങ്ങൾ പഠിക്കും ഇവരെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ അവർ പറയുന്ന ചില കാര്യങ്ങൾ ശരിയാണ്. അപ്പോൾ അവരൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൊണ്ട് ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് പാക്കേജിങ്ങിൽ നടക്കുന്ന ആ ഫാസ്റ്റ് മൂവ്മെൻറ്റ് പേപ്പറിൽ കിട്ടാൻ പാടാണ്. കാരണം പേപ്പറിന് അത്രയും കട്ടിയില്ല. അതൊക്കെ ഒരു ഫങ്ഷനാലിറ്റി ഇഷ്യൂ ആണ്. പാക്ക് ചെയ്ത് പിന്നെ കാരിയറിൽ കൊടുത്തും അത് വീഴുവോ ഇല്ലയോ എന്നുള്ള അങ്ങനെയുള്ള അത് കുറച്ചും കൂടെ സമയം എടുക്കും. മെയിൻലി പാർസൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലിഡ് നല്ല ടൈറ്റ് ആയിരിക്കും. അതാണ് ഫങ്ഷനാലിറ്റിയുടെ ഇത്. അത് ഞങ്ങളിപ്പോൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്.
അന്നേരം ഇപ്പോൾ ഒരു ലീഡിങ് ബ്രാൻഡ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു വോളിയം ബിസിനസ്സിൽ നമ്മൾക്ക് അവരുടെ ഫംഗ്ഷനാലിറ്റി ഇഷ്യൂ എങ്ങനെയൊക്കെ നമുക്ക് സോർട്ട് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങൾ ജയിൽ ചപ്പാത്തി നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ട്രയൽസ് നടത്തി ഇപ്പോഴും ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് പേപ്പർ പോവും, കാരണം അവിടെ കുക്ക് ചെയ്തൊരു പാക്കറ്റിൽ ഇട്ട് കൊടുക്കുമല്ലോ. അത് ചപ്പാത്തി കുക്ക് ചെയ്ത് പാക്ക് ചെയ്തു, അത് സ്റ്റാക്ക് ചെയ്യും, കുറേ നേരം അത് മണിക്കൂറുകളിൽ ഇരിക്കുക, എന്നിട്ടാണ് അത് കസ്റ്റമറിൻ്റെ കയ്യിലെത്തുന്നത്. ആ പീരീഡ് മൊത്തം അത് സ്ട്രോങ് ആയിട്ട് നമ്മുടെ പാക്കേജിങ് നിൽക്കണം. സോ ഇതൊക്കെയാണ് ഇത് പ്രൈസ്, അഡാപ്റ്റബിലിറ്റി, ഫങ്ഷനാലിറ്റി. ഇത് മൂന്നൊരു ചലഞ്ചാണ് വിച്ച് വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. ഇപ്പോൾ നമ്മൾ പാക്കേജിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ബയോ പാക്ക് നിങ്ങളുടെ പ്രധാനപ്പെട്ട 2 പ്രോഡക്ട്സിലൊന്ന്, ഒന്ന് ബയോ ലെയറും പിന്നെ ഒന്ന് ബയോ പാക്കും. ബയോ പാക്ക് എന്ന് പറയുമ്പോൾ ഈ പ്ലാസ്റ്റിക് പാക്കേജിങ്ങിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു പ്രോഡക്ട്സ്, ഒരു റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ്. ഈ ബയോ പാക്കിനായിട്ടുള്ള റോ മെറ്റീരിയൽസ് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ എന്താ പറയുക, ഈ അഗ്രികൾച്ചറൽ വേസ്റ്റ്, പ്രത്യേകിച്ച് കോക്കനട്ട് ടെൻഡർ ഹസ്ക് പോലുള്ള റോ മെറ്റീരിയൽസ് ആണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. ഒരു അഗ്രികൾച്ചറൽ വേസ്റ്റിനെയൊക്കെ നമുക്ക് എത്ര നന്നായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഈ ബയോ പാക്കിങ് ഈ ഒരു സംഭവം വരുമ്പോൾ ഇപ്പോൾ പ്ലാസ്റ്റിക്കിനെ അപേക്ഷിച്ചിട്ട് പേപ്പറിൻ്റെ പ്രൊഡക്ട്സിലൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു അംശം ഈ ഭക്ഷണ സാമഗ്രികളിലൊക്കെ വരും, അല്ലെങ്കിൽ അതിൻ്റെ ചിലപ്പോൾ ഈ പേപ്പറൊക്കെ പൊടിയാവില്ല, പ്ലാസ്റ്റിക്കിന് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഇത് പേപ്പറിലേക്ക് വരും, അങ്ങനെയുള്ള ഒരു സ്കെപ്റ്റിസിസം ഒക്കെ ആൾക്കാരിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? പ്ലാസ്റ്റിക് നമുക്കറിയാം, ചൂട് ഫുഡും പ്ലാസ്റ്റിക്കും തമ്മിലുള്ള കോണ്ടാക്റ്റിലാണ് മാക്സിമം. അതായത് ആക്ച്വലി ഞങ്ങൾ ഒത്തിരി ഡോക്ടേഴ്സായിട്ട് സംസാരിച്ചപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇൻഡസ്റ്റൈൻ ക്യാൻസർ ആണ്. അപ്പം അതിന് വൺ ഓഫ് ദ കോസ് എന്ന് പറയുന്നത് ഈ ഹോട്ട് ഫുഡിൻ ടച്ച് ആണ്. അപ്പോൾ അതിന് ഇപ്പം നിലവിൽ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് തന്നെ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് വരുന്നുണ്ട്. സ്റ്റിൽ അതിൽ നിന്നും നമുക്ക് മൈക്രോ പ്ലാസ്റ്റിക് എമിഷൻസ് ഉണ്ടാവാം. ഞങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ പേപ്പർ കോട്ടിംഗ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ അത് വന്നിട്ട് ഫുഡ് ഗ്രേഡ് സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്. മൈഗ്രേഷൻ, അതായത് ഫുഡ് ലീച്ചിങ് നടക്കുന്നുണ്ടോ, ഹോട്ട് ഫുഡ് ആയാലും കോൾഡ് ഫുഡ് ആയാലും ഏത് തരത്തിലുള്ള ഫുഡ് സ്റ്റോർ ചെയ്താലും അതിൽ ലീച്ചിങ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റും USFDA അപ്രൂവൽ ഇതെല്ലാം എടുത്തു കഴിഞ്ഞു. ബയോഡിഗ്രേഡേഷൻ സർട്ടിഫിക്കേഷനും എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൊമേഴ്ഷ്യലി ഇപ്പം പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാൻ തുടങ്ങിയത്. സോ അത് കംപ്ലീറ്റ്ലി സേഫ് ആണ് എന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ അത് കൊമേഴ്ഷ്യലി, കാരണം അങ്ങനെ പറ്റുള്ളൂ. അതാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു ലോ അനുസരിച്ച് ഫുഡിന്റെ പർപ്പസിനാവുമ്പോൾ നമ്മൾ അത്രയും കൺസേൺസ് ഉണ്ട്, അതിന് ലോസ്. അപ്പൊ അങ്ങനെ അതെല്ലാം ടെസ്റ്റിംഗ് എല്ലാം നമുക്ക് റിപ്പോർട്ട്സ് വന്നു, എല്ലാം സർട്ടിഫൈഡ് ആയതിനു ശേഷമാണ് ഞങ്ങൾ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയത്. ബയോപാക്ക് വരുമ്പം ഇതുപോലെ അഗ്രികൾച്ചർ വേസ്റ്റ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ബയോപാക്ക് ഞങ്ങൾ പല അഗ്രികൾച്ചർ വേസ്റ്റ് വെച്ചിട്ട് പല കോമ്പിനേഷനിൽ ചെയ്തു. അത് ഓരോ കോമ്പിനേഷനിലും അതിൻ്റെ സ്ട്രെങ്തിലും അതിൻ്റെ ഗ്രോത്തിലും നമ്മൾ അതിലൊരു ബയോ ബൈൻഡേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഗ്രോത്തിലും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ തെർമോകോൾ ബോക്സിന് ആവശ്യമായ അഗ്രികൾച്ചർ വേസ്റ്റ് കമ്പോസിഷൻ ആയിരിക്കണം എന്നില്ല. നമ്മളിപ്പം ഒരു ഫ്രജൈൽ പാക്കേജിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു യൂസിനായിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ അത് പല ഡിഫറെൻറ്റ് കമ്പോസിഷനിൽ യൂസ് ചെയ്യാം. പിന്നെ അഗ്രികൾച്ചർ വേസ്റ്റ് ആകുമ്പോൾ നമ്മൾ അത് മാത്രമായിട്ട് ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഐസ് ക്യൂബ്സ്, ഇപ്പോൾ തെർമോകോൾ ബോക്സ് ആണെന്ന് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് നമ്മൾ ബയോപാക്ക് ഇറക്കാൻ നോക്കുന്നത്. ഐസ് ക്യൂബ്സ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ വാട്ടർ അബ്സോർപ്ഷൻ, കാരണം വേസ്റ്റ് അല്ലേ, അപ്പോൾ അത് വാട്ടർ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ പ്രോഡക്റ്റ് യുണീക്ക് ആക്കുന്നത് ഞങ്ങൾ തന്നെ ഇവിടെ ഡെവലപ്പ് ചെയ്ത ഞങ്ങളുടെ ബയോ സൊല്യൂഷൻ ഞങ്ങൾക്ക് ഈ ബയോ പാക്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതൊരു ഹൈലി വാട്ടർ റിപ്പലൻ്റ് പ്രോപ്പർട്ടി നമ്മുടെ ഇതിന് കൊടുക്കണം. സോ നമ്മളൊരു 6 to 8 hours വരെ തെർമോകോൾ ബോക്സിൽ ഐസൊക്കെ ഇട്ട് ഫിഷൊക്കെ ഇട്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, വാക്സിനൊക്കെ വെച്ച് ഒക്കെ ചെയ്ത് 6 to 8 hours ഇറ്റ് വാസ് വർക്കിംഗ് വെൽ. സോ അതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജ്. അത് പറയുന്നത് ശരിയാണ്. ആൾക്കാർക്ക് അങ്ങനെ മൈൻഡിൽ ഒരു ഇതുണ്ട്, ഇതിൽ നിന്ന് എന്തെങ്കിലും മൈഗ്രേറ്റ് ചെയ്യുമെന്ന്. അതിൻ്റെയൊക്കെ സർട്ടിഫിക്കേഷൻ ഉണ്ട്, മൈഗ്രേഷൻ സർട്ടിഫിക്കേഷൻസും എല്ലാം. പിന്നെ ഇന്ന് ആകെ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇപ്പം ഞങ്ങളൊരു ഒരുപാട് ബ്രാൻഡ് കോൺഷ്യസ് ആണ്. ഞങ്ങൾ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അങ്ങനെ വേണം. എവിടെ ഇപ്പം ഒരു ക്വാളിറ്റി ഇഷ്യൂസ് വന്നാലും ഞങ്ങൾ പേഴ്സണലി പോയി അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് കേസുണ്ട്. ഇന്ന് വരെ ഞങ്ങളുടെ റെക്കോർഡാണ് 4 വർഷത്തിൽ 98% ഞങ്ങൾക്ക് കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. 2% വന്നിട്ടുണ്ട്. അത് ഞങ്ങളത് അതിനെ പേഴ്സണലി ഞങ്ങൾ പോയി അത് നോക്കും. പിന്നെ ഞങ്ങളുടെ ഒരു വ്യത്യാസം ബാക്കിയുള്ള എടുത്ത് വെച്ചാൽ പീപ്പിൾ ദേ വിൽ ജസ്റ്റ് സെൽ ദ പ്രൊഡക്റ്റ്. ഓക്കെ, ഇത് പ്രൊഡക്റ്റാണ് സെൽ. ഞങ്ങൾ അങ്ങനെയല്ല.
ഞങ്ങൾ കസ്റ്റമറുടെ അടുത്ത് അവരുടെ ഫങ്ഷണാലിറ്റി ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അവർക്ക് അതിശയം വരും, എന്തിനാണ് ഞങ്ങൾ ഇതൊക്കെ ചോദിക്കുന്നത്. കാരണം പല റെസ്റ്റോറൻറ്റ്സ് ആയാലും വേറെ വലിയ 5-star ഹോട്ടൽ എല്ലാവരുടെയും യൂസ് കേസ് കുറച്ചൊക്കെ ഫുഡാണ് പാക്ക് ചെയ്യുന്നതെങ്കിൽ അവരൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന രീതികളൊക്കെ ഡിഫറെൻ്റ് ആണ്. ചിലട്ട് അപ്പം തന്നെ പാക്ക് ചെയ്ത് ഡെലിവറി അപ്പം തന്നെ, ചിലത് ഇപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഹോസ്പിറ്റൽസിലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ എന്ന് വെച്ചാൽ അവർ പാക്ക് ചെയ്തു ഫുഡ് മിക്കവാറും പേഷ്യൻ്റെ അടുത്ത് എത്തുമ്പം അറൗണ്ട് 3 to 4 hours എടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഫുഡ് ചിലപ്പം പാക്ക് ചെയ്താൽ ഒരു 4 to 5 hours വരെയൊക്കെ ഫുഡ് അതിൽ തന്നെ ഇരിക്കേണ്ടി വരും. സോ അങ്ങനെയുള്ള സമയത്ത് ഫങ്ഷനാലിറ്റി നമ്മൾ നോക്കണം. അപ്പം അതിൽ പേപ്പറിന്റെ തിക്നെസ് കൂടണം, നമ്മൾ കൊടുക്കുന്ന കോട്ടിംഗ് തിക്നെസ് അതനുസരിച്ചാവണം. ഡിപ്പെൻഡിങ് ഓൺ അവരുടെ നീഡ്സ് അനുസരിച്ച് അതിൽ നമുക്ക് വേരിയേഷൻ. നമ്മൾ തന്നെ ഫുൾ ഫ്രം ദ സ്റ്റാർട്ട് സൊല്യൂഷൻ പ്രിപ്പറേഷൻ തൊട്ട് ഫൈനൽ പ്രോഡക്റ്റ് വരെ തരുന്നുണ്ട്. അതിന്റെ ഫങ്ഷനാലിറ്റി അനുസരിച്ച് നമുക്ക് പ്രോഡക്റ്റ് മേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. മറ്റേത് എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ ഒരു റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഇറക്കുന്നുള്ളൂ, അതിലവർക്ക് വേറെ ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. ഇപ്പം നമ്മൾ അവരോട് ഇപ്പം ബിഗ് ക്വാണ്ടിറ്റി ആണെങ്കിൽ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ഇവിടെ ചേഞ്ചസ് ചെയ്ത് അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും. ബാക്കിയുള്ള സ്റ്റാൻഡേർഡ് പാക്കേജിംഗ് ആണ്. ഇത് ഇന്ന സൈസിൽ ഇതേ ഉള്ളൂ. ഞങ്ങൾ നോക്കുന്നത് ഏത് കസ്റ്റമറാണ്, ആ കസ്റ്റമറിന് ഞങ്ങൾ സ്പെസിഫിക്കേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന പ്രൊഡക്റ്റ്, ഇന്ന പേപ്പർ തിക്നെസ്, ഇന്ന കോട്ടിംഗ് തിക്നെസ്, ഇതൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പാക്കേജിങ്ങിലുള്ള പ്രധാനപ്പെട്ട ഒരു കോമ്പണൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ലെയർ ആണ് ഈ പ്ലാസ്റ്റിക് കോട്ടിംഗ് എന്ന് പറയുന്നത്. അതിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും വർഷയ്ക്കുണ്ട്, അതാണ് ബയോ ലെയർ എന്നുള്ളത്. അതെ. അപ്പോൾ ഈ ബയോ ലെയർ എന്നുള്ള സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ പ്ലാസ്റ്റിക് കോട്ടിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്യൂറബിലിറ്റി, ഫങ്ഷണാലിറ്റി ഒക്കെ എത്രത്തോളം എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ പറ്റിയത് തമ്മിൽ? ഇപ്പോൾ അതിനേക്കാളും ബെറ്റർ ആണ് അല്ലെങ്കിൽ ഏത് ടേംസിലാണ് അത്? നമുക്കിപ്പം പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇപ്പം പ്ലാസ്റ്റിക് യൂഷ്വലി നമ്മൾ കണ്ടെയ്നേഴ്സ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അത് റീയൂസ് ചെയ്തിരിക്കും. ഇപ്പം നമ്മൾ ഫുഡ് പാക്കേജിങ്ങിന് കൊടുക്കുന്ന കണ്ടെയ്നേഴ്സ് നമ്മൾ പറയില്ല ഇറ്റ് ഈസ് റീയൂസബിൾ എന്ന്. കാരണം പേപ്പറാണ് ആഫ്റ്റർ ഓൾ, അത് വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കളയാം. പിന്നെ അതിലുള്ളൊരു നമ്മുടെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. പ്ലാസ്റ്റിക് പോലെ അത് പിന്നെ ഡിസ്പോസ് ചെയ്യാനുള്ള താഴെ മണ്ണിലിട്ടാലും അത് കംപ്ലീറ്റ്ലി ഡീഗ്രേഡ് ആവും വിത്തിൻ 90 days. യാതൊരു പ്രശ്നവുമില്ല. ഹോം കമ്പോസ്റ്റബിൾ ആണ് ശരിക്കും ഞങ്ങളുടെ മെറ്റീരിയൽ. പക്ഷെ ഇന്ത്യൻ ഗവൺമെന്റ് ആക്ട് പ്രകാരം നമുക്ക് ഹോം കമ്പോസ്റ്റബിൾ എന്ന് പറഞ്ഞ് പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പറ്റത്തില്ല. സോ വി ആർ സെല്ലിങ് ഇറ്റ് ഈസ് കമ്പോസ്റ്റബിൾ എന്ന് പറയുന്നുള്ളൂ. ബട്ട് ഞങ്ങളത് കംപ്ലീറ്റ്ലി ഡീഗ്രേഡ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് 90 days. സോ വീട്ടിൽ ചുമ്മാ കഴിച്ചിട്ട് കളഞ്ഞാലും ഈവൻ കത്തിക്കാം, യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ഒരു ഇൽ ഇഫക്ട്സ് ഉണ്ടാവില്ല. പിന്നെ റീയൂസബിൾ, ഈ കണ്ടെയ്നേഴ്സ് മേടിച്ച് റീയൂസ് ചെയ്യുന്നത് പോലെ ഈ പേപ്പർ കണ്ടെയ്നേഴ്സ് റീയൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഇതേ പറയാനുള്ളൂ. നോർമലി ഒരു 80-85% വരെയും നമുക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിന്റെ യൂസ് ഈ പറഞ്ഞ പോലെ ഫങ്ഷനാലിറ്റി അത്രയും ഹാർഡല്ല. പേപ്പർ ആകുമ്പോൾ അതിൻ്റെതായ ഒരു സ്റ്റിഫ്നെസ് കുറവുണ്ട്, അത്രയും ഈസി ഹാൻഡ്ലിങ് അല്ല, ആ ഒരു പ്രശ്നമുണ്ട്. അതിലിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ബസ് വേർഡാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഓടുന്നത്, ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നുള്ളത്. ആക്ച്വലി ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് കൊണ്ടില്ലെന്നല്ല, പക്ഷെ അതിൽ ക്വാളിറ്റി ഓഫ് അതിൻ്റെ പ്രൈസ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പേപ്പർ കണ്ടെയ്നേഴ്സ് പ്രൈസായിട്ട് കൂടുതലാണ്. പക്ഷേ ഇവിടെ മാർക്കറ്റിൽ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ് പല ഇത് ആൾക്കാർ കൊടുക്കുന്നത് സർട്ടിഫൈഡ് പോലും അല്ല. പക്ഷെ എങ്ങനെയൊക്കെ എഴുതിയിരിക്കും, കാണുമ്പം ഒരു പർട്ടിക്കുലർ കളറിലാണ് ഇതൊക്കെ ഇറങ്ങുന്നത്. എല്ലാവരും ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ചോദിക്കുമ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആണ്. അതല്ല, ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കിൻ്റെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഞങ്ങളുടെ ബയോ കോട്ടഡ് പ്രൊഡക്റ്റിന് അതിനെക്കാട്ടി കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അതിൻ്റെ പേരിൽ തന്നെ പല ആൾക്കാരും ഇത് ചെയ്യും. പക്ഷേ ഒരു കാര്യം ശരിയാണ്, റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് അവരുടെ ബിസിനസ് അവരുടെ കസ്റ്റമറിനെയും ടേക്ക് കെയർ ചെയ്യണം. പക്ഷെ അവർക്ക് അന്നേരം ഫങ്ഷനാലിറ്റിയാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ്. അതിലാണ് ഞങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഒരു എന്ന് വെച്ചാൽ R&D ഓൾവേസ് ബാക്ക് എൻഡിൽ പാരലലി നടന്നുകൊണ്ടിരിക്കും. R&D ഈസ് നോട്ട് ജസ്റ്റ് ഓൺ ദ ഫോർമുലേഷൻ പാർട്ട്. ഇങ്ങനെയുള്ള പാക്കേജിങ്ങിൽ R&D ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് 1 week ട്രിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഇപ്പം 2-3 ദിവസം കഴിയും, പിന്നെ അടുത്ത 1 week ഓൾ ഇന്ത്യ ഞാൻ കറങ്ങും. നമുക്ക് പലയിടത്തും മാനുഫാക്ചറിങ് പാർട്ട്നേഴ്സ് ഉണ്ട്. അവർക്ക് ഞങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എങ്കിൽ ചില സമയത്ത് കാരണം ഞങ്ങൾ കുറേ സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യും, ഇത് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അത് കുറച്ചൊരു എക്സ്പോർട്ട് ക്വാളിറ്റി രീതിയിലുള്ളതായിരിക്കും നമ്മൾ എഴുതുന്നത്. അത്രയും ഇവിടെ എന്ന് വെച്ചാൽ ക്വാളിറ്റിയിലോട്ട് അത്രയും ഒരു ഇത് പ്രിസൈസ് കൊടുക്കാൻ ആൾക്കാർക്ക് മടിയാണ്. നമ്മൾ ചെയ്യുന്ന അതേ മെഷീനും അതേ റോ മെറ്റീരിയൽ എല്ലാം യൂസ് ചെയ്യാം, കുറച്ചൊരു എക്സ്ട്രാ എഫോർട്ട് ഇടണം ആ ക്വാളിറ്റി അച്ചീവ് ചെയ്യാൻ. അത് ഇടാൻ ആൾക്കാർക്ക് മാനുഫാക്ചറിങ് സെക്ടറിൽ പാടാണ്. ഞങ്ങൾ അതിൻ്റെ പുറമെ നിൽക്കും, ഇങ്ങനെ വേണമെന്ന്. സോ വാട്ട് വർഷ്യ ഈസ് ലുക്കിംഗ് ഇൻ ടു ദാറ്റ് പ്രോപ്പർ കസ്റ്റമൈസ്ഡ് പാക്കേജിംഗ് വിച്ച് സൂട്ട്സ് ദ അഡാപ്റ്റബിലിറ്റി, ഫങ്ഷനാലിറ്റി ആൻഡ് ദ പ്രൈസിങ്. It should be affordable. Right.
പാക്കേജിങ് ഇൻഡസ്ട്രി എന്ന് തന്നെ പറയുമ്പോൾ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് പാക്കേജിങ് ആ ഇൻഡസ്ട്രിയാണ് ഒരു ലോകത്തിൽ വേസ്റ്റ് കോൺട്രിബ്യൂഷനിൽ ഒരു മേജർ പാർട്ടാണ്. ഓൾമോസ്റ്റ് 90%. അതെ. അപ്പോൾ മാത്രമല്ല ഈ ഇന്നത്തെ ലോകം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂസിൽ ഒന്നാണ് വേസ്റ്റും, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ്. ഇതെല്ലാം അടിഞ്ഞുകൂടുന്ന ഓഷ്യൻസിലാണ്. ഓഷ്യൻ ലൈഫിനെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രധാന സംഭവമാണ്. അപ്പോൾ ഇതിന് ബദലായിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ട് നിങ്ങൾ വരുമ്പോൾ നമ്മുടെ നിലവിലുള്ള റെഗുലേഷൻസിലൊക്കെ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരിക, അത്തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ വർഷയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോഴുള്ള റെഗുലേഷൻസിൽ എത്തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും വരേണ്ടത്? ഇത് കൂടാതെ തന്നെ ആൾക്കാരിൻ്റെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, ഇപ്പോൾ വേസ്റ്റിനെ സംബന്ധിച്ച് അവർക്കൊരു പെർസെപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലും വരേണ്ട ഒരു മാറ്റത്തിനെ കുറിച്ച് എന്തൊക്കെയാണ്? അത് ആക്ച്വലി ഈ പോളിസി മേക്കിംഗ് ആണ് മെയിൻലി. അന്നേരം ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾ ഈ ഒരു സ്പേസിൽ അറിയപ്പെടുന്ന ഒരു ഫോമാണ്. ഇന്ത്യയിൽ ഒരു ടോപ്പ് 10, ഇപ്പം റീസെൻ്റ് നിങ്ങൾക്ക് സൊമാറ്റോ അറിയാം. സൊമാറ്റോ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമാണ്. അവർ ഒരു 85 കമ്പനീസിൽ നിന്ന് ടോപ്പ് 10 കമ്പനീസിനെ സെലക്ട് ചെയ്തിരുന്നു. ഹൂവർ ഈസ് വർക്കിംഗ് ഓൺ പ്ലാസ്റ്റിക് ഫ്രീ ഓൺലൈൻ ഫുഡ് ഡെലിവറി ടെക്നോളജി, പാക്കേജിങ്ങിൻ്റെ ടെക്നോളജി. അതിൽ ടോപ്പ് 10 കമ്പനീസിൽ ഞങ്ങളുണ്ട്. അന്നേരം അതിൽ ഞങ്ങൾ ഇത് ചെയ്യുമ്പം ഒരുപാട് ചലഞ്ചസ് നമ്മൾ ഈ പാക്കേജിങ് ഇതുള്ള ഞങ്ങൾക്ക് അവരോട് ഷെയർ ചെയ്യാൻ പറ്റും. സെക്കൻഡ്, ഈ പോളിസി മേക്കേഴ്സ് പലരും ഞങ്ങളെ അപ്രോച്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും എന്താണ് ഇതിനകത്തൊരു പോളിസി ചേഞ്ച് ചെയ്യേണ്ടത്, ഞങ്ങളുടേതായിട്ടൊരു പോയിന്റ്സ് ഇൻപുട്ട് കൊടുക്കാറുണ്ട്. ഒരുപാട് ഇപ്പം IAS ലെവലിൽ തന്നെ പല സാറന്മാർ ഞങ്ങളെ വിളിച്ച് സംസാരിക്കാറുണ്ട്. പല പ്രോഗ്രാംസിൽ ഞങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻസിൽ ഞങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അത് നമ്മളെ ഇൻപുട്ട് കൊടുക്കും, മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്. ഒരു കണക്കെന്ന് വെച്ചാൽ ഒരു 2022 സെൻട്രൽ ഗവൺമെൻറ് ബാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ സംഭവം ശരിക്കും അത് ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ അത് ഇംപ്ലിമെൻ്റ് ആവും, വലിയൊരു ബിസിനസ് സ്കോപ്പ് ആവുമെന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന ഒരുപാട് വ്യക്തികളുണ്ട് 2-3 കോടി ഇൻവെസ്റ്റ് ചെയ്ത് മെഷീനറിയും കൊണ്ട് വെച്ചിട്ട് അവർക്ക് പണിയില്ല. മനസ്സിലായില്ല. കാരണം ഇന്ന് ബയോ കോട്ടിംഗ് എന്ന് പറയുന്ന സംഭവം ആകെ കൂടുതൽ വർക്കൗട്ട് ആവുന്ന ടീ കപ്പിലാണ്. ഒരു ടീ കപ്പിന്റെ ഷെൽഫ് ലൈഫ് 15 minutes to 20 minutes. നിങ്ങൾ ടീ എഴുത കളയുക. ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ലോങ്ങർ ഷെൽഫ് ലൈഫ് ഇതാണ്. ഞങ്ങളത് 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ നമ്മുടെ പാക്കേജിങ് നിൽക്കണം. സോ ഈ പോളിസി മേക്കിങ്ങിൽ ഇതിനെ ഒന്നും ഫിൽട്ടർ ഔട്ട് ചെയ്യാറില്ല. അതുപോലെ സർട്ടിഫിക്കേഷൻ ഇത് ചെയ്യുമ്പോൾ ഇന്നും സർട്ടിഫിക്കേഷനിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കമ്പോസ്റ്റബിൾ ക്യാരി ബാഗാണ്. ആൻഡ് കമോഡിറ്റീസും പറയും. ഈ കമോഡിറ്റീസിന് ഓൾമോസ്റ്റ് 100-110 പ്രൊഡക്ട്സ് ഉണ്ട്. അതിൻ്റെ ഒന്നും പ്രോഡക്റ്റ് വൈസ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള സംഭവം വന്നില്ല. ഇത് വരുമായിരിക്കും. കാരണം we know that all government stakeholders are seriously working behind this. Maybe it will take some more time to formulate a proper policy. Right. ഇപ്പം ഒരു 2 വർഷം മുന്നേ നമ്മളിത് തുടങ്ങുമ്പോൾ ഉള്ള ഒരു അപ്രോച്ച് അല്ല നമുക്ക് ഇപ്പം കിട്ടുന്നത്. ഇപ്പം ആൾക്കാർ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിലോട്ട് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു മെന്റാലിറ്റി ഉണ്ട്. ഒരു പ്രൈസ് ഇഷ്യൂ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ ഒരു കൺസെപ്ഷൻ ഉണ്ട്. മീൻസ് എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് എല്ലാം ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന്. ബട്ട് നല്ല പ്ലാസ്റ്റിക് മേടിക്കുന്ന ക്യാഷേ ആവുള്ളൂ. വളരെ ചീപ്പ് ക്വാളിറ്റി പ്ലാസ്റ്റിക്കിനെ നമുക്ക് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബട്ട് നല്ല ക്വാളിറ്റി നമ്മൾ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് മേടിക്കുന്ന പ്രൈസ് തന്നെ ഉള്ളൂ ഇതിനും. അപ്പം അങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ട്. ബട്ട് ഇപ്പം ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട്. ആൾക്കാർക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ എൻക്വയറീസ് വരുന്നുണ്ട്. സോ ആ ഒരു അഡാപ്റ്റബിലിറ്റി പതുക്കെ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പോളിസി ഇഷ്യൂ ഉണ്ട്. കംപ്ലീറ്റ്ലി ബാൻ ആവുക അത് പോസിബിൾ അല്ല. കാരണം അത്രയും ബാൻ ആയാൽ അതിന് ഓൾട്ടർനേറ്റീവായി അത്രയും പ്രോഡക്ട്സ് മാർക്കറ്റിൽ ഇല്ല. അപ്പം ഒരിക്കലും അതൊരു ഫുൾ ബാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റിയാൽ കാരണം ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ അത്രയും ഓൾട്ടർനേറ്റീവ് പ്രോഡക്ട്സ് ഇല്ല. അത്രയും ലാർജ് ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻസ് ഇതിന് വന്നില്ല. അത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ വരുമ്പം പ്രൈസും ഓഫ് കോഴ്സ് ഇറ്റ് വിൽ കം ഡൗൺ. ഫോർ എക്സാമ്പിൾ, പണ്ട് മൊബൈൽ ഇറങ്ങിയ കാലത്ത് 20 rupees ആയിരുന്നു ഔട്ട് ഗോയിങ്, 16 rupees ഇൻകമിങ്. ആ റേഞ്ചിലായിരുന്നു തുടങ്ങിയത്. ഇന്നത് ഫ്രീ ആയില്ലേ. സോ അതിൻ്റെ മാസ് ആൾക്കാർ യൂസേജ് വരുമ്പം അതായത് ഇതിൻ്റെ ഈ പറഞ്ഞ പ്രൊഡക്ഷൻസ് കൂടുമ്പോൾ ഒബ്വിയസ്ലി പ്രൈസ് കുറയും. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു പ്ലാസ്റ്റിക് ആൻഡ് അലൂമിനിയം കോമ്പിനേഷൻ MLP എന്ന് പറഞ്ഞ പാക്കേജിങ് വരും. അത് നിങ്ങളുടെ 10 രൂപ ഉള്ള പ്രൊഡക്റ്റിനും 1000 രൂപയുള്ള പ്രൊഡക്റ്റിനും ഒരേ ചെറിയൊരു തിക്നെസ്സിൽ വ്യത്യാസം വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിൽ വരുമ്പോൾ അങ്ങനല്ല. യു നീഡ് ടു ഷിഫ്റ്റ് ദ മെറ്റീരിയൽസ്. പല ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആയിരിക്കും പല ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളൊരു മെറ്റീരിയൽ സയൻസ് ഡിവിഷൻ തന്നെ ഞങ്ങളുടെ ഇപ്പം സ്റ്റാർട്ട് ആവും. വി ആർ ബ്രിങ്ങിങ് മോർ എക്സ്പേർട്സ്. അവർ എപ്പോഴും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ അപ്രോച്ചിങ് ആസ് എ കമ്പനി, അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ആദ്യം സ്റ്റഡി ചെയ്തിട്ട് അതിന് എന്ത് പാക്കേജിങ് കൊടുക്കാൻ പറ്റും എന്നുള്ളത്, സസ്റ്റൈനബിൾ പാക്കേജിങ് കൊടുക്കാൻ പറ്റുന്നത് നമ്മളുടെ ടീം അതിന് മൊത്തത്തിൽ ഡിസൈൻ ടു എക്സിക്യൂഷൻ വരെ മൊത്തം നമ്മൾ തന്നെ ചെയ്യും. അപ്പോൾ R&Dയുടെ കാര്യത്തിൽ
ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ സൊല്യൂഷൻസ് എന്നുള്ളത് ലോകത്തിൻ്റെ തന്നെ ആവശ്യമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അത്തരത്തിൽ പല സ്ഥാപനങ്ങളും കമ്പനികളും സ്റ്റാർട്ടപ്പുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർ പുതിയ കുറേ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നു, ഇന്നോവേറ്റീവായിട്ടുള്ള പല സൊല്യൂഷൻസും പല പ്രൊഡക്ട്സും അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒപ്പം നിൽക്കുക അല്ലെങ്കിൽ അവരെക്കാട്ടിലും മുന്നിലേക്ക് വരിക എന്നൊക്കെ ഉള്ള ഒരു ഐഡിയയിൽ നിങ്ങളുടെ R&D ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എത്തരത്തിലുള്ള ഇന്നോവേഷൻസ് ആണല്ലോ ഇപ്പോൾ പുതിയ എന്തെങ്കിലും സംഭവങ്ങൾ പൈപ്പ് ലൈനിൽ ഉള്ളതുണ്ട്? നിലവിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിപ്പം ചെയ്യുന്നത് ഫുഡ് പാക്കേജിങ്ങിലാണ് മെയിൻലി ഞങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഡെയിലി ഫുഡ് പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 5 to 6 hours അല്ലെങ്കിൽ 1 day ഷെൽഫ് ലൈഫ് ഉള്ള ഫുഡ്സ് ആണ് നമ്മൾ അതിൽ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 7 to 14 days ഷെൽഫ് ലൈഫ് ഉള്ള, അതായത് ബ്രെഡ്, പ്രീ കുക്ക് ചപ്പാത്തി അങ്ങനെയുള്ള 7 to 14 days വരുന്ന ഫുഡ് പാക്കേജിങ്, അതും ഈ പ്ലാസ്റ്റിക്കിൽ വരുന്നില്ല. അപ്പോൾ അതിന് പകരം നമ്മുടെ പ്രോഡക്റ്റ്, പേപ്പർ പ്രോഡക്റ്റ് വെച്ചിട്ടും സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചും അത് എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നുള്ളതിൻ്റെ R&D നടന്നുകൊണ്ടിരിക്കുന്നു. കൂടെ തന്നെ അതുപോലെ 6 to 1 year ഷെൽഫ് ലൈഫ് പ്രോഡക്ട്സ്, ഡ്രൈ സ്പൈസസ് അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഉണ്ട്. സോ അതാണ് ഞങ്ങളുടെ പൈപ്പ് ലൈനിൽ R&Dയിൽ വരുന്നത്. അപ്പോൾ അത് വരുമ്പം തന്നെ ഒരു നല്ലൊരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പ്രോഡക്ട്സിൻ്റെ നമുക്ക് പാക്കേജിങ് ചെയ്യാൻ പറ്റും. അത് തന്നെ ഭയങ്കര ഓളമാണ്. അപ്പം ഞങ്ങൾ അതാണ് ഫർദറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതിൽ ആഡ് ഓൺ ഈ പറഞ്ഞ മാതിരി ഇത്രയും കമ്പനീസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വർഷയെ പൊസിഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരു എക്സ്പീരിയൻസ് ചെയ്ത സംഭവം വെച്ച് കഴിഞ്ഞാൽ 2 സെക്ടറാണ്. ഒന്ന് സ്റ്റാർട്ടപ്സ് ആണ്, ഹൂ കംസ് വിത്ത് ടെക്നോളജീസ്. അതർ ഇസ് MSMEs ഹൂ മോർ ഫോക്കസ് ഇൻ ദ മാനുഫാക്ചറിങ് പാർട്ട്. ഞങ്ങളൊരു ഹൈബ്രിഡ് മോഡലാണ്. ഞങ്ങൾ സ്റ്റാർട്ടപ്പ് ആണെന്ന് ചോദിച്ചാൽ സ്റ്റാർട്ടപ്പ് ആണ്, MSME ആണെന്ന് വെച്ചാൽ MSME ആണ്. ഇത് രണ്ടിൻ്റെ ഒരു കോമ്പോ. കാരണം ഞങ്ങൾ കുറേ സ്റ്റഡി ചെയ്തു ഇതിനത്. സ്റ്റാർട്ടപ്പിലെ പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു ടെക്നോളജി എടുത്ത് അതിലൊരു കൺസർവേറ്റീവ് മോഡിൽ അവർ അതിൽ തന്നെ ഒതുങ്ങാൻ ആയിട്ട് നിൽക്കും, അവരുടെ ആ ഒരു ടെക്നോളജി. ബട്ട് മാർക്കറ്റ് ഈസ് സോ ഹ്യൂജ്, ഒരു ടെക്നോളജി കൊണ്ടൊന്നും കാര്യം നടക്കില്ല. So what immediate thing is that you should bring the product in a very cost effective way in a mass volume production. അങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. So what we are doing, ഞങ്ങളുടെ ഇപ്പോഴത്തുള്ള ടെക്നോളജിയിൽ മാത്രം പരിമിതിയായിട്ട് ഞങ്ങൾ നിൽക്കുന്നില്ല, ഇതിനെ തന്നെ ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. വി ആർ കൊളാബറേറ്റിംഗ് വിത്ത് ന്യൂ കമ്പനീസ്. ഓക്കെ, അവരുടെ പ്രൊഡക്ട്സ് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇറ്റ്സ് നോട്ട് നെസസറി ഞങ്ങളുടെ പ്രൊഡക്റ്റ് എല്ലാത്തിലും പോകുന്നു. സോ അന്നേരം ഞങ്ങൾക്ക് ഒരു കസ്റ്റമറുടെ ഫുൾ റിക്വയർമെൻറ്റ് മേ ബി ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അവർ ടാർഗറ്റ് ഈസ് to reach maximum people with a sustainable method. ഇന്ന് ഞങ്ങൾ ഓൾമോസ്റ്റ് 4,000 people we are reaching to every day. 4,000 കൂടുതൽ ആൾക്കാർ ഞങ്ങളുടെ പാക്കേജിങ് യൂസ് ഉണ്ട് എവറി സിംഗിൾ ഡേ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, അന്നേരം ആ ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് വേണമെന്ന് വെച്ചാൽ പുതിയ പുതിയ ടെക്നോളജി അഡാപ്റ്റേഷൻസ് വേണം. ഞങ്ങൾ ഇൻഹൗസ് R&D ടീംസ് ഉണ്ട്. ഞങ്ങൾ പുതിയ എക്സ്പെർട്ടൈസിനെ കൊണ്ടുവന്ന് എപ്പാർട്ട് ഫ്രം ദിസ്, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വേണമെങ്കിൽ ഏതെങ്കിലും റിസർച്ചേഴ്സിൻ്റെ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ട്, എന്തെങ്കിലും ഒരു ഫോർമുല ഉണ്ട്, പാക്കേജിങ്ങിൽ സസ്റ്റൈനബിൾ പാക്കേജിൽ കൊണ്ടുവരും, ദേ ക്യാൻ കം ആൻഡ് പ്രസൻറ്റ് ടു അസ്. നമുക്ക് നമ്മളത് അഡാപ്റ്റ് ചെയ്യുമെങ്കിൽ നമ്മൾ അവരെയും കൂടെ ചേർത്തുകൊണ്ട് അതിനെ ഡെവലപ്പ് ചെയ്യും. വി ഹാഡ് മെയ്ഡ് ദാറ്റ് ഇത്. കാരണം ഞങ്ങൾ കുറച്ചൊരു ബ്രോഡർ മൈൻഡിലാണ് ഇപ്പോൾ അതിനെ ചിന്തിക്കുന്നത്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഇന്ത്യ മൊത്തം ഞങ്ങൾ എപ്പോഴും കവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രാവൽ, എക്സിബിഷൻസ്, ഇതെല്ലാം നമ്മളെല്ലാ ഈ സ്പേസിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്ക് ഞങ്ങളെ അറിയാം, ഞങ്ങൾക്ക് അവരെ അറിയാം. അതിൽ നിന്ന് ഞങ്ങൾ സ്റ്റഡി ചെയ്ത സംഭവമാണ് ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് മോർ കൊളാബറേഷൻ ആൻഡ് ഗോ ഫോർവേഡ് rather than being a conservative. പ്ലാസ്റ്റിക്, സ്റ്റൈറോഫോം ഇതിൻ്റെയൊക്കെ ഒരു ആബ്സല്യൂട്ട് ഡോമിനേഷൻ ഉള്ള ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് അത് റീപ്ലേസ് ചെയ്യുന്ന ഒരു സൊല്യൂഷനായിട്ട് വർഷ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡോമിനേഷൻ ഉള്ള സ്ഥലത്തേക്ക് ഇപ്പോൾ പുതിയൊരു പ്രൊഡക്ട്സ് ആളുകളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും അത് യൂസ് ചെയ്യുക പറഞ്ഞാൽ അവർക്ക് പല കൺസേൺസും പല സ്കെപ്റ്റിസിസവും ഉണ്ടാവും. അപ്പോൾ പ്രധാനമായിട്ടും സ്കെപ്റ്റിസിസമാണ് പ്രധാനമായിട്ടും ഒരു ചലഞ്ച് നിങ്ങൾ മിക്കവാറും ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ സ്കെപ്റ്റിസിസത്തിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചലഞ്ചസിനെ ഓവർകം ചെയ്യാൻ എന്താ ചെയ്ത്? ഇപ്പോൾ ഇത്തരത്തിൽ തന്നെ ആയിരുന്നു അവരുടെയൊക്കെ ഒരു പെർസെപ്ഷൻ ഈ പുതിയൊരു പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾ വരുമ്പോൾ? അതിപ്പം നമുക്കറിയാം, ഏതൊരു പ്രോഡക്റ്റ് പുതിയത് വന്നാലും കുറച്ചൊരു അഡാപ്റ്റബിലിറ്റി ഇഷ്യൂസ് എല്ലാവർക്കും ഉണ്ട്. അത് ഞങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല, അതുണ്ട്. മെയിൻലി ആൾക്കാർക്ക് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് അത്ര ഈസി ആക്കിയിട്ടുണ്ട്. സോ അതിനെ ഒന്ന് മാറി ആൾക്കാർക്ക് അത് തിങ്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. സോ ആ ഒരു സ്പേസ് കുറച്ച്. പിന്നെ ഇപ്പം ഞങ്ങൾ എല്ലാവരോടും പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ വിചാരിച്ചിരിക്കുന്നത്, നമ്മൾ ആൾക്കാരിപ്പം ഒരു 50+ കഴിഞ്ഞ ആൾക്കാരോട് നമ്മൾ എത്ര പറഞ്ഞിട്ടും അവർക്ക് അവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ചേഞ്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ വാട്ട് വി ആർ പ്ലാനിങ്, സ്കൂൾസ് തൊട്ട് ഫ്രം കുട്ടികളെ തൊട്ട് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക. അപ്പം അവർ വീട്ടിൽ ചെന്ന് അയ്യോ അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ പാരൻസ് വിൽ ഓൾസോ തിങ്ക്
സോ അതാണ് ഞങ്ങളിപ്പം എടുത്തിരിക്കുന്നത്. അപ്പം സ്കൂളുകൾ കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്ത് മോർ പ്രോഗ്രാംസ്, അവയർനെസ് പ്രോഗ്രാംസ് ചെയ്യുക. അവരോട് ഇതിൻ്റെ എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് യൂസ് ചെയ്യാൻ പാടില്ലാത്തത്, എന്തുകൊണ്ട് സ്റ്റൈറോഫോം യൂസ് ചെയ്യില്ല, അത് എങ്ങനെ എൻവയോൺമെൻറ്റൽ എഫക്ട്സ് ഉണ്ടാവും, എങ്ങനെ ഹെൽത്ത് എഫക്ട്സ് ഉണ്ടാവും. സോ അതിനെ ബേസ് ചെയ്ത് നമ്മൾ കുറച്ച് അവയർനെസ് വീഡിയോസും അവയർനെസ് ക്ലാസ്സസും അങ്ങനെ എടുത്ത് അപ്പം കുട്ടികൾ ത്രൂ അത് പാരൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ മോട്ടോ. സോ അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ യങ് ആയിട്ടുള്ള ഒരു ജനറേഷൻ അവരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റൈൽ ഓഫ് ലിവിംഗിലേക്ക് അവരെ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നവരെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഈസി. അപ്പം പതുക്കെ ഞങ്ങൾ ആക്ച്വലി അത് തുടങ്ങിയപ്പം ഞങ്ങൾ B2C റേഞ്ച് പ്രൊഡക്ട്സ് ആയിരുന്നു. ഇപ്പോൾ പേന, പെൻസില്, ക്ലേ പ്രൊഡക്ട്സ്, അതാണ് കോവിഡ് സമയത്ത് ഞങ്ങൾ തുടങ്ങി. പിന്നെ ഞങ്ങളിപ്പോൾ പ്യൂർലി B2B മാറിയത്. അന്നേരം ഒരു നോർമൽ ഒരു സിറ്റിസന് തോന്നുന്നത് വെച്ചാൽ അവർ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൽ ഉള്ള പ്ലാസ്റ്റിക് എന്നാണ്. പ്ലാസ്റ്റിക് ബാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ടോപ്പിക്ക് മാർക്കറ്റിലോട്ട് വരാൻ തുടങ്ങിയപ്പം ഇന്നും ആൾക്കാരുടെ മൈൻഡിൽ ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ക്യാരി ബാഗ്. വേറൊരു പ്രൊഡക്റ്റിലോട്ട് പ്ലാസ്റ്റിക്. ഇന്നിപ്പോൾ നോട്ട്ബുക്സ്, നിങ്ങളുടെ നോട്ട്ബുക്സിന് കവറിൻ്റെ പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, നിങ്ങൾ കമ്പനി യൂസ് ചെയ്യുന്ന ഓരോ ബ്രൗഷേഴ്സ് അതെല്ലാം പ്ലാസ്റ്റിക് ലാമിനേറ്റഡ് ആണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫുഡ് പാക്കേജിംഗിൽ അത് പ്ലാസ്റ്റിക് ലാമിനേറ്റഡ് ആണ്. ഈ നോൺ വൂവൻ എന്നും പറയുന്ന തുണി കണ്ടാൽ തുണി മാതിരി അതും ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്കിന്റെ ഇതാണ്. അതെ, അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇതൊക്കെ സാധനങ്ങളാണ്, ഇതൊന്നും ആൾക്കാർക്ക് അറിയില്ല. എത്ര കാലം വേണേ അങ്ങനെ കിടക്കും, ഒന്നും സംഭവിക്കത്തില്ല. അത് ആൾക്കാർക്ക് അറിയില്ല. സോ വാട്ട് വി ആർ ഡൂയിങ്, ഞാൻ പറഞ്ഞല്ലോ R&Dയുടെ ഒരു വിങ്, അതുമാതിരി മാർക്കറ്റിംഗിന്റെ അവയർനെസ്സിന്റെ ഞങ്ങളൊരു വിങ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ദ തിങ് ഈസ് ദാറ്റ് എവറിത്തിങ് കംസ് ഇൻ എ കോസ്റ്റ്. അന്നേരം ഞങ്ങൾ കൂടുതലും ഫണ്ട്സ് ഗവൺമെന്റ് ഒക്കെ യൂസ് ചെയ്യുന്ന R&Dയും അങ്ങനെയുള്ള ഇതിനാണ്. സോ ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു അഡീഷണൽ കോസ്റ്റ് ബിൽഡപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ ഞങ്ങളിപ്പം അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് റേസ് നമ്മൾ നോക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കൺസെപ്റ്റ്സിലോട്ട് കൊണ്ടുവരാനായിട്ട്. സോ അവർ ടാർഗറ്റ് ഈസ് ലൈക്ക്, ഇപ്പം ഞങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എത്ര കോടിയുടെ ബിസിനസ് ചെയ്യുന്നു അങ്ങനെയല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. നെക്സ്റ്റ് 24 months അവർ ടാർഗറ്റ് ഈസ് വി ഷുഡ് ഏബിൾ ടു save 500 tons of plastic from dumping into landfill. റൈറ്റ്. അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെയാണ് ബാക്കിലോട്ട് നമ്മളുടെ പ്രൊഡക്റ്റ് കൊടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ വലിയ ഇപ്പം ഗവൺമെൻറ് ജയിൽ ചപ്പാത്തി ഞങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാണ്. ജയിൽ ചപ്പാത്തി അത്രയും വോളിയം, അതാണ് ഞാൻ പറഞ്ഞത്, ഓൾമോസ്റ്റ് 4000 പാക്കറ്റ്സ് നമ്മൾ ഇത് കൂടാതെ വേറെയും പ്രൊഡക്ട്സ് ഉണ്ട്. ഞങ്ങളിപ്പോൾ വേറെ 2 മേജർ കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇഫ് ദാറ്റ് ഹാപ്പൻസ് ഇറ്റ് വിൽ ബി ലൈക്ക് അറൌണ്ട് 10,000 പീപ്പിളിൽ ഞങ്ങൾ ഡെയിലി റീച്ച് ആവും. ഞങ്ങൾ അങ്ങനെയാണ് ഇതിനെ കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ബ്രിങ്സ് എ വാല്യൂ. ഇത്ര ടൺസ് ഓഫ് പേപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ നേരത്തെ പറഞ്ഞ മാതിരി ഷെൽഫ് ലൈഫ് പാക്കേജിങ്, അതാണ് അടുത്ത ഒരുപാട് കമ്പനീസ് ഓൾറെഡി അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആർക്കും ഒരു 100% സക്സസ്ഫുൾ പ്രൊഡക്റ്റ് ഇപ്പം കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങളും അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ ചിരിക്കും. കാരണം ടെക്നോളജി അത്രയും സ്ട്രോങ് ആരുടെയും കയ്യിലില്ല. ഞങ്ങൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തു ഇത്രത്തെ ദിവസത്തിൻ്റെ ഷെൽഫ് ലൈഫ് പാക്കേജിങ് എന്ന രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. വി ആർ വെരി പ്രാക്ടിക്കൽ ഇൻ ദിസ് ഫീൽഡ്. ഞങ്ങൾ 3 വർഷം മുമ്പ് ഉണ്ടായിരുന്ന വർഷമല്ല ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ തോട്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് മെച്യൂർഡ് ആണ്. ഞങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. ഞങ്ങൾ അത്രയും ഇൻഡസ്ട്രി സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ വേർ വി ആർ റീച്ചിങ്. 2022 ഒരു പ്ലാസ്റ്റിക് ബാൻ പറഞ്ഞ ആ ഇന്ത്യ അല്ലെങ്കിൽ ആ കേരളം അല്ല ഇപ്പോഴത്തെ ഇത്. പ്ലാസ്റ്റിക് ബാൻ ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല അത്രയും. അന്നേരം എന്തുകൊണ്ടാകുന്നില്ല എന്നുള്ളതിൽ ഞങ്ങൾ ഒരുപാട് ഇൻവോൾവ് ആണ്. ഗവൺമെൻറ് സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടായാലും പ്രൈവറ്റ് മാനുഫാക്ചേഴ്സായിട്ടായാലും കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കും നമ്മൾ എടുക്കുന്നുണ്ട്. ഞങ്ങൾ 2020 കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. 2022 വരെ ജസ്റ്റ് പ്യൂർലി ട്രേഡിംഗ് പോലെ ആണ് സ്റ്റാർട്ട് ചെയ്തത്. 2022 വന്നിട്ടാണ് ഞങ്ങൾ R&Dയിലോട്ട് കടന്നത്. ഞങ്ങൾ വിചാരിച്ചു വിത്തിൻ 6 months പ്രോഡക്റ്റ് വെളിയിൽ ഇറക്കാമെന്നുള്ളൊരു ഇതിലാണ്. 2022 തൊട്ട് 2024, അതായത് 2 വർഷത്തിന് മുകളിലെടുത്ത് ഞങ്ങൾക്ക് പ്രോഡക്റ്റ് ഫൈനൽ കൊമേഴ്ഷ്യലായിട്ടാണ്. ഇപ്പം കഴിഞ്ഞ ജൂലൈ മുതലാണ് നമ്മൾ പ്രൊഡക്ട്സ് പുറത്തിറക്കി തുടങ്ങിയത്, നമ്മുടേതായ പ്രൊഡക്ട്സ്. സോ ഈ 2 years നമുക്ക് കംപ്ലീറ്റ്ലി നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ട്രേഡിംഗ് ബിസിനസ് കംപ്ലീറ്റ്ലി നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ, R&D എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. നല്ലോണം ക്യാഷ് ചിലവാകുന്ന സംഭവമാണ്. അപ്പം 2 വർഷം നമ്മൾ കംപ്ലീറ്റ്ലി ട്രേഡിങ് നമുക്ക് നിർത്തേണ്ടി വന്നു R&Dക്ക് വേണ്ടി മാത്രം. അങ്ങനെ 6 മാസം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് 2-2.5 വർഷം കഴിഞ്ഞാണ് നമുക്ക് പ്രോഡക്റ്റ് ഇറക്കാൻ പറ്റിയത്. സോ അത് ആ ഒരു ചലഞ്ച്, ആ ഒരു പീരീഡ് നമുക്ക് പാസ് ഔട്ട് ആവുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും പറ്റുന്നതല്ല. ഒരു പ്രോട്ടോടൈപ്പ് വരെയൊക്കെ എത്തിയിട്ട് അത് പിന്നെ ഒരു സ്കെയിലപ്പിലോട്ട് കൊണ്ടുപോകുന്ന ഒരു ട്രാൻസിഷൻ ഭയങ്കര, നമുക്ക് പ്രോട്ടോടൈപ്പ് വരെ അല്ലെങ്കിൽ ലാബ് സ്കെയിൽ ഉണ്ടാക്കുന്ന പോലല്ല. നമ്മളത് ഇൻഡസ്ട്രിയൽ സ്കെയിലാകുമ്പോൾ ലാബ് സ്കെയിൽ നമ്മൾ എവറിത്തിങ് ഫൈൻ, എല്ലാം വർക്ക്. നമുക്കത് ഒരു 3 months ആദ്യമേ എല്ലാം ലാബ് സ്കെയിൽ വർക്കബിൾ ആയി. നമ്മളത് കഴിഞ്ഞ് ഇപ്പം തുടങ്ങാം എന്ന് പറഞ്ഞ് ഓരോ ട്രയലിൽ ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ ചെയ്തു തുടങ്ങുമ്പോഴാണ് നമ്മൾ ചലഞ്ചസ് വരുന്നത്.
അത് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഇന്ന് ഇത് റിമൂവ് ചെയ്യും, അപ്പം നാളെ തൊട്ട് ശരി അതെന്ന് പറഞ്ഞ് അടുത്ത ഇത് ചെല്ലുമ്പോഴായിരിക്കും അടുത്ത ഇഷ്യൂ നമുക്ക് മനസ്സിലാവും. അങ്ങനെ 2.5 വർഷം ഫുള്ളി അതിലോട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് നിന്നാണ് ഞങ്ങളിപ്പോൾ പ്രോഡക്റ്റ് എടുക്കുന്നത്. അതിൽ ഞങ്ങൾ എന്തുകൊണ്ട് ഒരു വ്യത്യസ്തമാവുന്നത് ഞങ്ങൾ ഇതായിട്ട് പറയുമല്ലോ, ഒരുപാട് ആൾക്കാർ ഈ സ്പേസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഈ ടെക്നോളജി ബേസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ്. പക്ഷെ അവർ ഒരു ലെവൽ കഴിയുമ്പം ഇത്രയും ഫെയിലിയർ ആകുമ്പോഴത്തേക്കും അവർ ഇട്ടിട്ട് പോകും. റൈറ്റ്. ഒരുപാട് ആൾക്കാരുണ്ട്. പല ടെക്നോളജിയും ഓൺ പേപ്പറിലേ ഉള്ളൂ, അത് പ്രാക്ടിക്കലി ആയിട്ട് വരുന്നില്ല. ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഫെയിൽഡായി, ഓക്കെ, അവിടുന്ന് അടുത്ത സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ഇതുവരെ ഒരു ഫെയിലിയർ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് ഞങ്ങൾ വന്നിട്ടില്ല. ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ ഈ പ്രശ്നമുണ്ട്, അതിനെ കവർ ചെയ്യുക അടുത്തത്. ആ ഒരു പാഷൻ അതിനെ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾക്ക് ഇത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഇവിടെ സൊല്യൂഷൻ ഇത് വർക്കൗട്ട് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് ഞങ്ങൾ ആ സംഭവത്തിന് മൂവ് ഫോർവേഡ് എന്ന കൺസെപ്റ്റിലോട്ട് നമ്മൾ ചെയ്തു. FMCG, മെഡിക്കൽ അത്തരം ഇൻഡസ്ട്രികളെ കാറ്റർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് റേഞ്ച് കൂടിയാണ് വർഷയ്ക്ക് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള പല കൺസേൺസ്, ഇപ്പോൾ കോസ്റ്റ് ആണെങ്കിലും കംപ്ലയിൻസ് ആണെങ്കിലും, ഇക്കോ സൊല്യൂഷൻസ് പറയുമ്പോൾ തന്നെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ഇതിനോടൊക്കെ എങ്ങനെയാണ് കോപ്പി ചെയ്തിട്ട് പോകാൻ പറ്റുന്നത്? അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യണത്? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പ്ലാസ്റ്റിക് ആൻഡ് അലൂമിനിയം കോമ്പിനേഷൻ MLP പാക്കേജിങ് വരുന്നത്, ആ ഒരു കോംബോ ഒരുപാട് പ്രൊഡക്റ്റിൻ്റെ സൊല്യൂഷനാണ്, പാക്കേജിങ് സൊല്യൂഷൻ. അതിനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ട് അതിന് റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവരുമെന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി ടഫ്. അന്നേരം ഇപ്പം എത്ര വലിയ ബ്രാൻഡ്സ് പറഞ്ഞാലും ബിഹൈൻഡ് ദ കർട്ടൻ എവരിബഡി ആസ്ക് അബൌട്ട് ദ കോസ്റ്റ്. അതെ, സസ്റ്റൈനബിലിറ്റി ഒരു പ്രയോറിറ്റി വളരെ കുറവാണ് പ്രാക്ടിക്കലി ചോദിച്ചാൽ. കോസ്റ്റാണ്. കാരണം ഇന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാക്കേജിങ് അവരുടെ ടോട്ടൽ പ്രൊഡക്റ്റ് കോസ്റ്റിൽ അതൊരു എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഞങ്ങളിപ്പം വർക്കൗട്ട് ചെയ്ത് ഫുഡ് ഡെലിവറി ആപ്പിനൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പം ഒരു ടോട്ടൽ ഒരു ആവറേജ് ഓൺലൈൻ ഫുഡ് ഡെലിവറിയുടെ വാല്യൂ എന്ന് വെച്ചാൽ 350 റുപ്പീസാണ്. ഓക്കെ, അതിൻ്റെ ഒരു 2.5% നിങ്ങൾ സസ്റ്റൈനബിൾ പാക്കേജിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ ആവും. സെക്കൻഡ്, ഇതിനകത്ത് ഞങ്ങൾക്ക് ഫുഡ് പാക്കേജിങ്ങിൽ FMCG അല്ല, ഫുഡ് പാക്കേജിങ്ങിൽ ഞങ്ങൾ പറയുമ്പം ഈ MLPയുടെ വേറൊരു ഓപ്ഷൻ നിങ്ങൾ മാർക്കറ്റിൽ കാണുമ്പം അലൂമിനിയം മാതിരി ഇരിക്കും. അതിനകത്ത് കറിയൊക്കെ ഇട്ട് ഇറ്റ്സ് ദ മോസ്റ്റ് ഡേഞ്ചറസ് പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. ചൂട് തിളച്ച അത് അലൂമിനിയം അല്ല. അത് ആക്ച്വലി പുള്ളിക്കാരുടെ വേറെ വീഡിയോ ഉണ്ട്, അത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ സ്ക്രാപ്പ് ചെയ്താൽ കാണാൻ പ്ലാസ്റ്റിക് ആണ്. ദാറ്റ്സ് ദ റീസൺ ഇറ്റ് സീലിംഗ് ആവുന്നത്. ഇറ്റ്സ് എ മോസ്റ്റ് ഡേഞ്ചറസ് പ്രൊഡക്റ്റ്. കാരണം അതിലൂടെ നിങ്ങൾ തിളച്ച കറിയാണ് അതിനകത്ത് ഒഴിക്കുന്നത്. ആ പ്ലാസ്റ്റിക് അതിൽ ലീച്ചിങ് തുടങ്ങിക്കഴിഞ്ഞു. മനസ്സിലല്ലേ? സോ അതിനൊരു അൾട്ടർനേറ്റീവ് കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. അത് 1 റുപ്പീസിന് താഴെ കിട്ടുന്ന ഒരു പാക്കറ്റാണ്. 1 റുപ്പീസിന് താഴെ ഒരു പേപ്പറിനെ കൊണ്ടുവരുമെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഈസി. നമ്പർ 1, സ്പെഷ്യലി കറി അങ്ങനെയുള്ള ലിക്വിഡ് ആയിട്ട് ഉപയോഗിക്കും. സെക്കൻഡ്, അത് നമുക്ക് ട്വിസ്റ്റ് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇടാൻ പറ്റും. ഇത് പേപ്പർ കൊണ്ട് പറ്റില്ല. അത് എനിക്ക് കണ്ടെയ്നേഴ്സ് ഇടും. കണ്ടെയ്നേഴ്സ് വരുമ്പോൾ കോസ്റ്റ് കൂടും. ഞങ്ങൾ ഇതിലെല്ലാം ഞങ്ങളുടെ പാക്കേജിങ് R&Dയും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിനെ എങ്ങനെ കൊണ്ടുവരാം. FMCG കമ്പനീസിൻ്റെ ഇത് പറയുമ്പോൾ അല്ലെങ്കിൽ മെഡിക്കൽ കമ്പനീസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഉണ്ട് പാക്കേജിങ്ങിൽ. സോ അവർ വർക്ക് ഈസ് ഗോയിങ് ഓൺ ടു റീച്ച് ടു ദാറ്റ് മൈൽ സ്റ്റോൺ. പക്ഷേ ഒരു നോർമൽ FMCG കമ്പനിയുടെ പാക്കേജിങ്ങിലൊക്കെ നമുക്കിപ്പം വി ആർ റെഡി, നമുക്ക് അതിൻ്റെ ഇത് ചെയ്യാൻ പറ്റും. വി ആർ ഇൻ ഡിസ്കഷൻ വിത്ത് കപ്പിൾ ഓഫ് കമ്പനീസ്. പക്ഷേ ഈ പറയുന്ന മാതിരി മോസ്റ്റ് ഓഫ് ദ ആൾക്ക് വേണ്ടുന്നത് ഷെൽഫ് ലൈഫ് പാക്കേജിംഗ് ആണ്. അറ്റ്ലീസ്റ്റ് 1 ഇയർ, 6 months to 1 year പാക്കേജിങ്. അതിനൊരു കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, OTR വാല്യൂസ് ഇതൊക്കെ വരും. അത് അച്ചീവ് ചെയ്യുക എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഈസി. പലരും ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കും അങ്ങനെ 100% ആയിട്ടില്ല. ഞങ്ങളുടെ ടീംസും അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഇൻ അനദർ 6 months to 1 year ടൈം ഞങ്ങൾ അതും അടുത്തൊരു പ്രൊഡക്റ്റ് റേഞ്ചായിട്ട് നമ്മളുടെ വരും. എക്കോ സൊല്യൂഷൻസ് നേരത്തെ പറഞ്ഞ പോലെ ചീപ്പായിട്ടുള്ള ഒരു കാര്യമില്ല. അതിൻ്റെ പുറകെ ഇത്രയും വർക്കും എഫേർട്ടും ഒക്കെ പോണ ഒരു സംഭവം. അപ്പോൾ ഈ ചീപ്പായിട്ടുള്ളത്തൊരു കാര്യം വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഇതിൻ്റെ കോസ്റ്റ് ഭയങ്കരമായിട്ട്, ഇപ്പോൾ പ്രൊഡക്ഷനിലും സെയിലിലും മാത്രമല്ല ഇതിൻ്റെ ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ, അതിലൊക്കെ പല തരത്തിലുള്ള ലോജിസ്റ്റിക്സ് ആണ്. അതെ, ലോജിസ്റ്റിക്സ് അത് അത്രയും കെയർഫുൾ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട സംഭവമാണ്. അതെ അതെ. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഗവൺമെൻറ്റുകളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന സപ്പോർട്ട്, ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ സ്റ്റാർട്ടപ്പ് മിഷൻ അങ്ങനെയുള്ളവരുടെ ഭാഗത്തു നിന്നൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സപ്പോർട്ടും അവരുടെ ഗൈഡൻസും ഒക്കെ എങ്ങനെയുള്ളതായിരുന്നു? അല്ല, ഗവൺമെൻറ്റ്സ് ഈസ് ഓൾവേസ് സപ്പോർട്ടീവ്. എസ്പെഷ്യലി സസ്റ്റൈനബിലിറ്റി ഇന്ത്യ ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും നല്ലോണം കൺസിഡർ ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. അതിനനുസരിച്ചുള്ള ഇപ്പോൾ പറഞ്ഞ ഗ്രാൻഡ്സ്, സ്കീംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ടോപ്പിക്സ് ഉണ്ടല്ലോ, ഇത് ലോജിസ്റ്റിക് ഇതൊക്കെ എന്ന് വെച്ചാൽ അതൊരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഗവൺമെൻറ് ഇപ്പം പല റോഡ് വർക്ക് നടക്കുന്ന പല അങ്ങനെ കുറേ ഇപ്പോൾ സീ ത്രൂ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള കുറേ സംഭവം ഗവൺമെൻറ് ചെയ്യുമ്പോൾ ലോങ്ങർ വേയിൽ നമുക്ക് അവിടെ അതും കൊണ്ടൊരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. കറണ്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ റോഡ് ട്രാൻസ്പോർട്ടാണ് ഏറ്റവും വലിയ. റോഡ് ട്രാൻസ്പോർട്ട് ഇസ് വെരി എക്സ്പെൻസീവ്. അന്നേരം ഇത് പേപ്പർ പ്രൊഡക്റ്റ് ആണ്, വെയിറ്റ് കുറവാണ്, വോളിമെട്രിക് വെയിറ്റിലാണ് പോകുന്നത്.
ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പേപ്പർ കമ്പനിയിൽ നിന്ന് ഞങ്ങളുടെ അടുത്തോട്ട് വരുന്നതിന് ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മളതിനെ കോട്ട് ചെയ്തിട്ട് പിന്നെ പോകുന്നതിന് ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഏതൊക്കെ ടൈപ്പ് പ്രൊഡക്റ്റ് കൺവേർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഡിഫറെൻറ്റ് ലൊക്കേഷൻസാണ്. അതിലെല്ലാം പോകുമ്പം ഓരോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആഡ് ആവും. അതായത് ഞങ്ങളിപ്പോൾ അതിനെ ഒരു ക്ലസ്റ്റർ മാതിരി ചെയ്യുകയാണ്. പേപ്പർ പ്രൊക്യൂർമെൻറ്റ്, കോട്ടിംഗ്, കൺവേർഷൻ, ഈ ഒരു ക്ലസ്റ്റർ. അടുത്തതും അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ക്ലസ്റ്റർ ഉണ്ടാക്കുന്നത്. ഓൺലി റീസൺ ഈസ് ലൈക്ക് യു സെഡ് കോസ്റ്റ് ഇത് കൊണ്ടുവരുമോ, അതിന് ലോജിസ്റ്റിക് പ്രോഡക്റ്റ് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് എവിടെയാണ് നമ്മുടെ മാനുഫാക്ചർ ഉള്ളത്. ഇപ്പം നമുക്ക് കണ്ടെയ്നേഴ്സിന്റെ മാനുഫാക്ചേഴ്സ് അല്ല നമ്മുടെ പൗച്ച് ഉണ്ടാക്കുന്നത്, പൗച്ചിന്റെ മാനുഫാക്ചേഴ്സ് അല്ല കപ്പ് ഉണ്ടാക്കുന്നത്. സോ അപ്പം ഞങ്ങളിപ്പം ഇതുവരെ നമ്മൾ പേപ്പർ ഒരു സ്ഥലത്ത് കോട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അത് അടുത്ത സ്ഥലത്ത് പോകുന്നു, അങ്ങനെ. ഇപ്പം നമ്മൾ നോക്കുന്ന കോട്ടിങ്ങും ഒരു സ്ഥലത്ത് നടക്കുക, അത് കഴിഞ്ഞ് എൻഡ് പ്രോഡക്റ്റിന്റെ മാനുഫാക്ചർ എവിടെയാണോ ഉള്ളത്, നിയർ ബൈ ആയിട്ടുള്ളത്, അവിടെ തന്നെ കോട്ടിംഗ് ഫെസിലിറ്റി ചെയ്തിട്ട് അവിടെ നിന്ന്. അപ്പം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറച്ചുകൂടി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു ക്ലസ്റ്ററിൽ അതൊരു ഈസി അല്ല. കാരണം ഞങ്ങളുടെ ഒരു ഓഡിറ്റ് ഉണ്ട്, ഞങ്ങളുടെ ടീം, ഞങ്ങളൊരു SOP ക്രിയേറ്റ് ഉണ്ട്. ഞങ്ങൾ ഇതെല്ലാം നോക്കിയതിന് ശേഷം അവരുമായിട്ടത്, ഈവൻ ദ വി ആർ സ്മോൾ കമ്പനി, ഞങ്ങൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പർട്ടിക്കുലർ ആണ്. ഞങ്ങൾക്ക് ഇങ്ങനെ വേണം. ഇപ്പം ഞങ്ങൾ സ്റ്റാൻഡർഡൈസ് ചെയ്യണം ഏതൊക്കെ പേപ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യണം, എന്ത് ടൈപ്പ് ഓഫ് കോട്ടിങ് നമ്മൾ യൂസ് ചെയ്യണം. ഈ കോട്ടിങ് ചെയ്യുന്ന മെഷീൻസിന് പല ടൈപ്പ് ഉണ്ട്, ഏത് മെഷീൻസിൽ യൂസ് ചെയ്യണം, എത്ര ലെയറിങ് കോട്ടിങ് വേണം, പ്രിൻറ്റിങ് യൂസ് ചെയ്യുമ്പോൾ എന്ത് ടൈപ്പ് ഇങ്ക്സ് യൂസ് ചെയ്യണം. ഇതെല്ലാം ഞങ്ങൾ ഇപ്പോൾ സ്കെയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബിസിനസ് മോഡലിൽ ഇപ്പം ഞങ്ങൾക്ക് മെഷീൻസ് മൊത്തം ഞങ്ങൾ പ്രൊക്യൂർ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് മിനിമം 10 crore വേണം. റൈറ്റ്. അത്ര എക്സ്പെൻസീവ് ആണ് ഇതിൻ്റെ മെഷീൻ. കാരണം നല്ല പ്രിസൈസ്ഡ് ഫിനിഷിങ് കിട്ടുന്ന മെഷീൻ വേണമെങ്കിൽ ഇമ്പോർട്ടിങ് മെഷീൻസിൽ പറ്റത്തുള്ളൂ, ഇന്ത്യൻ മെഷീൻസിൽ പറ്റില്ല. സോ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മളിവിടെ മെഷീൻസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എഞ്ചിനീയറിംഗ് സ്കില്ല് നമ്മളിവിടെ കുറവാണ്. പറയുമ്പോൾ നമ്മളവിടെ കുറേ എഞ്ചിനീയേഴ്സ് നമ്മൾ എല്ലാ വർഷവും പ്രൊഡക്റ്റ് പുറത്തായിട്ട് ഇറക്കുന്നുണ്ട്. ബട്ട് ദേ ഡോണ്ട് ഹാവ് ദാറ്റ് സ്കിൽ ടു ഡിസൈൻ എ മെഷീൻസ് ആൻഡ് ഓൾ ദിസ്. എല്ലാവരും IT-യിലോട്ട് പോവുക, വലിയ ശമ്പളം മേടിക്കുക, അങ്ങനെ പോകുന്ന ആ ഒരു കൾച്ചറാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ ബേസിക്കലി നോക്കിയാൽ ഇന്ന് ഞങ്ങളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം നല്ലൊരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് മെഷീൻ ഇന്ത്യയിൽ കിട്ടാൻ ഇമ്പോർട്ട് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അത് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഐ നെവർ സോ എനി മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് മച്ച് വർക്കിംഗ് ഓൺ എനി മെഷീൻസ് ആൻഡ് ഡിസൈൻ. ഒരു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയേഴ്സ് വളരെ കുറവാണ്. ഇന്ന് എല്ലാ എഞ്ചിനീയേഴ്സും IT ഫീൽഡിലോട്ട് പോവുക. അത് സ്ട്രഗ്ലിംഗ് പാർട്ട് വരുന്നത് ഞങ്ങളെപ്പോലുള്ള MSME സ്റ്റാർട്ടപ്സിനാണ്. ഈ പറയുന്ന മെഷീൻസ് പ്രൊക്യൂർ ചെയ്യുമ്പോഴുള്ള പ്രൈസിങ് ഇഷ്യൂസും ഇതെല്ലാം. എഞ്ചിനീയേഴ്സിന്റെ കാര്യം പറയുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ഈ IT-യുടെ പുറകെ പോകുന്നതും നമ്മുടെ ബിസിനസ്സിന്, ഇന്ത്യയുടെ ഗ്രോത്തിന്റെ നിങ്ങൾ ഈവൻ യു ഗോ ആൻഡ് ആസ്ക്, ഞങ്ങൾ പല എഞ്ചിനീയറിംഗ് കോളേജസ് ഞങ്ങൾ വിളിക്കാറുണ്ട്. ഞങ്ങൾ പോയിട്ട് പല ഇതും സ്പീച്ചൊക്കെ കൊടുത്ത് ഞാൻ ജസ്റ്റ് കാഷ്വലായിട്ട് സ്റ്റുഡൻസിനോട് ചോദിക്കും എന്താണ് നിങ്ങളുടെ ഭാവി പ്ലാൻ, ഞങ്ങൾക്ക് അറിയില്ല. സോ IT ഏറ്റവും ഈസിയാണ്, ഹൈ സാലറി ഇത്. അന്നേരം വീട്ടുകാർക്ക് തോന്നുന്നത് ഞങ്ങളുടെ മക്കളെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ച് കഴിച്ചപ്പോഴത്തേക്ക് സെറ്റായി, ആളവിടെ പോയി പൈസയായി, വീട് വായിച്ചു, എല്ലാം അവരുടെ ആ ആംബിഷൻ നോക്കുമ്പം സെറ്റായി. ബട്ട് ആക്ച്വലി ഇത് അഫക്റ്റ് ചെയ്യുന്ന കൺട്രിയാണ്. ആണ് കൺട്രിയിൽ അതുകൊണ്ട് ബെനിഫിറ്റ് റിയൽ എസ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. കാരണം ആൾ ജോലി കയറി വലിയ ശമ്പളം വാങ്ങി ഇപ്പോൾ ഒരു ഫ്ലാറ്റ് വാങ്ങുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിൽഡ് ആവും. കാരണം നേഷൻ അതിനകത്ത് ബിൽഡ് ആവുന്നില്ല. കാരണം നേഷന് വേണ്ടുന്നത് ഇൻഹൗസ് പ്രൊഡക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ ലീഡിങ് മൊബൈൽ ബ്രാൻഡ്, ഇന്ത്യയിലെ ഒരു ബ്രാൻഡ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇന്ത്യൻ ഒരു ഫുഡ് ബ്രാൻഡ് വേൾഡ് എവിടെയെങ്കിലും ഉണ്ടോ? നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് ബ്രാൻഡ്സിന് ഇവിടെ കൊണ്ടുവന്നിട്ട് SOP ഫോളോ ചെയ്യും. നമുക്കൊരു SOP ഉണ്ടോ? ഇല്ല. അതേപോലെ ഇലക്ട്രോണിക്സ് ഏതെങ്കിലും നമ്മുടേതായിട്ടുള്ളൊരു ഫേമസ് ബ്രാൻഡ്സ് ഉണ്ടോ? ഇല്ല. കാരണം ടെക്നോളജി ഹാർഡ്വെയർ ടെക്നോളജിയിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇത് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ട് ഇല്ല. ബിക്കോസ് അവർ പീപ്പിൾ ഡോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് സ്കിൽ ടു ഡിസൈൻ ഡെവലപ്പ്. നമ്മൾ തിയറിയാണ് പഠിച്ചിരിക്കുന്നത്, പ്രാക്ടിക്കലായിട്ട് നമ്മൾ പഠിക്കാറില്ല. ഞാൻ മെഷീൻ കമ്പനിയിൽ പോകുമ്പോൾ ഐ ക്യാൻ സീ മാക്സിമം ITA പീപ്പിൾ ഡിസൈനിങ് ഇതെല്ലാം. പിന്നെ ഒരു ഈ പറയുന്ന ഈ ഇരുമ്പ് കാര്യങ്ങളൊക്കെ വെൽഡിങ് കട്ടിങ് ചെയ്യുന്ന അങ്ങനത്തെ കാറ്റഗറി ആൾക്കാരാണ് ഈ പറയുന്ന 1 കോടിയുടെയൊക്കെ മെഷീൻസ് ചെയ്യുന്നത്. കാരണം അതിനെ ഒരു പ്രിസൈസ്ഡ് മെത്തേഡിലുള്ള ഡിസൈൻസ് ഒക്കെ കൊണ്ടുവരുമെന്ന് വെച്ചാൽ യു നീഡ് ടു സ്പെൻഡ് ടൈം, യു നീഡ് ദാറ്റ് കൈൻഡ് സ്കിൽസ്. അത് നമ്മുടെ ഇപ്പോൾ ഔട്ട്പുട്ട് വരുന്ന എഞ്ചിനീയേഴ്സിന് ഹൈ കോളേജസിലൊക്കെ അവർക്ക് പറ്റുമായിരിക്കും, പക്ഷെ അവർ പോകുന്നത് പുറത്തോട്ടായിരിക്കും. ഇന്ത്യക്ക് അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഇല്ല. റൈറ്റ്. ഈ സ്കില്ലിൻ്റെ അപ്പുറത്തേക്ക് ഒരു അംബീഷൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഇങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പം കുട്ടികളോട് എന്റർപ്രണർഷിപ്പിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി കോളേജസിൽ വിളിക്കുമ്പം അവിടുത്തെ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർക്ക് അംബിഷൻ, ഞങ്ങൾ ചോദിക്കും എന്താണ് നിങ്ങൾ IT എടുക്കുക, അത് അച്ഛനും അമ്മയും പറഞ്ഞു IT എടുക്കാൻ, എനിക്ക് പക്ഷെ അതല്ലായിരുന്നു താല്പര്യം എന്നാണ് മാക്സിമം കുട്ടികളും പറയാറ്. റൈറ്റ്.
മാക്സിമം കുട്ടികളോട് ചോദിക്കുമ്പോൾ എനിക്ക് ഇതായിരുന്നു ഇഷ്ടം, പക്ഷെ അച്ഛനും അമ്മയും പറഞ്ഞു ഇതിന് പോവാൻ, അതുകൊണ്ട് ഇതെടുത്തു. പിന്നെ എല്ലാവരും ഇപ്പം കാഷ്വൽ നോർമൽ ഒരു സെറ്റാണല്ലോ, ഇത് കഴിഞ്ഞ് കാനഡ പോവുക അല്ലെങ്കിൽ UK പോവുക, സ്ഥിരം കോളേജസിൽ. ഇന്നോവേഷൻ ചെയ്യാനായിട്ടുള്ള സ്പേസ് നമ്മൾ കുട്ടികൾക്ക്. ഇപ്പം ഞാൻ സിവിൽ എഞ്ചിനീയറാണ്, ഇതോട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് പണ്ടോട്ട് ബിസിനസ്, പക്ഷേ എനിക്ക് നമുക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നമ്മൾ വന്നിരിക്കുന്നത്. സോ നമ്മൾ വരുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ പഠിക്കുക, പറ്റുമെങ്കിൽ മാക്സിമം ഗവൺമെൻറ് ജോലി വാങ്ങുക, സെറ്റ് ആവുക, വീട് വാങ്ങുക, വസ്തു വാങ്ങുക, ആ ഒരു മൈൻഡ് സെറ്റ്. പക്ഷേ ഇത് ശരിയായിരിക്കാം ഒരു കണക്കിന്. ബട്ട് നമ്മളൊരു നേഷൻ വൈസ് ഇത് നോക്കുമ്പം, ഓവറോൾ നോക്കുമ്പോൾ ഇന്ന് ഇന്ത്യ സ്ട്രഗിൾ ചെയ്യുന്ന ഏറ്റവും വലിയ സംഭവം ഈ ഒരു കൺസെപ്റ്റാണ്. ഒരു 25 ഇയേഴ്സ് മുമ്പുള്ള കൾച്ചറല്ല ഇപ്പം. 25 ഇയേഴ്സ് മുമ്പ് എൻജിനീയേഴ്സിൻ്റെ നമ്പർ കുറവായിരുന്നു. ഈ ഇറങ്ങുന്ന എൻജിനീയേഴ്സ് നേരെ ആ സമയമാണ് IT ബൂമായി വരുന്നത്. എല്ലാവരും IT-ലോട്ട് പോയി. IT-ലോട്ട് പോയപ്പോൾ 3 to 4 ഇയേഴ്സിൽ എല്ലാവരും സെറ്റിൽഡായി. സെറ്റിൽ ഇൻ ദ സെൻസ് ഫൈനാൻഷ്യലി സെറ്റിലായി. സോ ദാറ്റ് ബിക്കം എ ബെഞ്ച് മാർക്ക് ഫോർ എവരിബഡി. എഞ്ചിനീയറിംഗ് പോവുക, 4 വർഷം കഴിഞ്ഞ് IT-ൽ പോവുക, ഇത് ഒരു ഫ്ലാറ്റ് വാങ്ങുക, കല്യാണം കഴിക്കുക, സെറ്റിലായി. പക്ഷെ അത് റിയൽ എസ്റ്റേറ്റ് മാത്രമേ ബിൽഡപ്പ് ആയിട്ടുള്ളൂ. അത് അറിയണമെങ്കിൽ നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങണം. വൈ ദ കോസ്റ്റ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് ഈസ് ഹൈ, അതിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ അറിയാം. ഇതിൻ്റെ മെഷീൻസ് ഇമ്പോർട്ടഡ് ആണ്, മെഷീൻ ഇത്ര കോസ്റ്റ്. ഇപ്പോൾ 1 കോടിക്ക് ഇന്ത്യയിൽ കിട്ടേണ്ട ഒരു മെഷീൻ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ 2-2.5 കോടിയോ. ദെൻ ഫോർ ഈച്ച് റിപ്പയർസ് ആൻഡ് എവറിത്തിങ് വി ഹാവ് ടു ഡിപ്പെൻഡ്. നമ്മളുടെ അയൽരാജ്യം ഇത്രയും ഇതാകുന്നു, അവർ നമ്മളെക്കാട്ടി 20 ഇയേഴ്സ് അഹെഡാണ്. കാരണം അവർ അത്രയും ഫോക്കസ്ഡ് ആണ് വർക്കിനകത്ത്. അത് നമുക്ക് ഐ ഡോണ്ട് നോ, ബട്ട് അത് മാറ്റാൻ നമുക്ക് ചെറിയ ഇതല്ലേ, കുഴപ്പമില്ല, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും ഉണ്ട്. ഒരു സാധനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പുറത്തുനിന്ന് വരുന്ന അകത്തിരിക്കുന്ന സാധനം ചിലപ്പം പന്നലായിരിക്കും, മീൻസ് അത്ര വേർത്തി ആയിരിക്കത്തില്ല, ബട്ട് അവരുടെ പാക്കേജിങ് കണ്ടാൽ നമ്മൾ അട്രാക്റ്റ് ആവും. അത്രയും പെർഫെക്റ്റ് പാക്കേജിങ്ങിലാണ് അവരത് പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ അവിടെ ആ ഒരു പ്രസൻറ്റേഷൻ സ്കിൽസ് ഭയങ്കര കുറവാണ്. നമ്മുടെ പ്രോഡക്റ്റ് നല്ലതാണ്, ബട്ട് ദ വേ ഹൗ യു ആർ പ്രസൻറ്റിങ് ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് ഗുഡ്. അത് അവിടെ ഒരു ലാക്കിങ് പൊതുവിൽ നമ്മുടെ ഇതുണ്ട്. ഇന്ത്യൻ പ്രോഡക്ട്സ് നല്ല പ്രോഡക്ട്സ് ആണ്, ഒരുപാട് നല്ല പ്രോഡക്ട്സ് ഉണ്ട്, പക്ഷെ നമ്മളത് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതിയുടെ ഒരു ഇതാണ്. അതിൽ ഞങ്ങളൊരു ബിസിനസ് ഒരു മോഡൽ കൊണ്ടുവരുന്നുണ്ട്. വി ആർ നോട്ട് ലുക്കിംഗ് people to come and join as an employee to us. If you have some creativity, you start by your own. We will give sub work. എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ഫ്രീഡം കിട്ടും, ഞങ്ങൾക്കൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സർവീസ് കിട്ടും, അതല്ലേ? റാദർ ദാൻ നിങ്ങൾ വന്ന് ഞങ്ങളുടെ അടുത്ത് ജോലി ചെയ്ത് 3 വർഷം ജോലി, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ വരാതെ. കാരണം our focus is also, apart from the business, we should empower the entrepreneurship skill in the people. അത് ഓരോരുത്തരും ഇതിനകത്ത് അതിന് നമ്മൾ ചെയ്യണമെങ്കിൽ റാദർ ദാൻ അവരെ ഒരു ഇതിലോട്ട് ജോബ് പ്രൊഫൈലോട്ട് കൊണ്ടുവരാതെ, ഇഫ് ദേ ആർ ഇൻട്രസ്റ്റഡ് ടു ക്രിയേറ്റ് സംതിങ് ബൈ ദെയർ ഓൺ, ലെറ്റ് ദം ബിൽഡ് ഇറ്റ്, ടേക്ക് ദാറ്റ് സർവീസ്. അതിൽ 2 ഇതുണ്ട്. ഇപ്പം അവർക്ക് അവരുടേതായ ക്രിയേറ്റിവിറ്റി അവർക്ക് ചെയ്യാനും പറ്റും, നമ്മുടെ വർക്കല്ലാതെ പല വർക്ക് അവർക്ക് ചെയ്യാനും പറ്റും. ഫിനാൻഷ്യലി നോക്കിക്കഴിഞ്ഞാലും 2 കൂട്ടർക്കും അത് ഓക്കെ ആയിരിക്കും. ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് കിട്ടുന്നതിനെക്കാട്ടിയും പുള്ളിക്കാരൻ വേറെ 2-3 സ്ഥലത്ത് വർക്ക് ചെയ്താൽ അയാൾക്ക് കുറച്ചുകൂടി ക്യാഷ് കിട്ടും, നമ്മുടെ കാര്യവും നടക്കും. നമുക്കും ഫിനാൻഷ്യലി ഒരു എംപ്ലോയിയെ നിർത്തുന്നതിനേക്കാളും പ്രോജക്റ്റ് വൈസ് കൊടുക്കുമ്പം അവർക്കും നമുക്കും അത് ബെനിഫിഷ്യറിയാണ്. ഇപ്പോൾ യങ്ങർ ജനറേഷൻ്റെ കാര്യം പറയുമ്പോൾ വർഷ്യ തന്നെ പല രീതിയിലുള്ള ക്യാമ്പയിനുകളും നടത്തുന്നുണ്ട് ഈ സസ്റ്റൈനബിൾ ലിവിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാനും അത്തരത്തിലുള്ള. അപ്പോൾ അതിൻ്റെ പല അക്കളേറ്റ്സും അവാർഡ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെതും നല്ല മികച്ച സ്റ്റാർട്ടപ്പിനുള്ള അവാർഡും അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊമോഷൻസും നടത്തുന്നുണ്ട്. ഇവർ ത്രൂ ഒരു സൊസൈറ്റൽ ഇമ്പാക്റ്റ് നടത്താനും വർഷ്യ ശ്രമിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ ഒരു ഐഡിയോളജി അതെങ്ങനെയാണ്? അത് പ്രാക്ടിക്കൽ പുള്ളിക്കാരി പറഞ്ഞ മാതിരി ഒരു 50 അബവ് ഏജിൻ്റെ ആൾക്കാർ, അല്ലെങ്കിൽ ഒരു 40-45 അബവ് ആൾക്കാർക്ക് സസ്റ്റൈനബിലിറ്റി വേണം. അവരൊരു പണ്ട് പ്ലാവലിൽ കഞ്ഞി കുടിച്ച് അവർക്കൊരു എക്സ്പീരിയൻസ് കാണുമായിരിക്കും. റൈറ്റ്. അവർ വെച്ചിട്ട് കഞ്ഞി കുടിച്ച് വട്ടയിൽ അപ്പം പൊതിഞ്ഞ് ദോശ പൊതിഞ്ഞ് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് അവർ കാണുമായിരിക്കും. പക്ഷെ അവർ അന്ന് യൂസ് ചെയ്തു. പക്ഷെ ഇന്ന് അവർ ചിന്തിക്കുന്നത് വെച്ചാൽ ഇതിൽ പൈസ കൂടുതലാകില്ലേ ചിന്ത. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ല. ദേ ആർ മോർ ഇൻഫോർമേഷൻ സീക്കേഴ്സാണ്. അതെ, അവരെന്ത് പ്രൊഡക്റ്റ് ചെയ്യുന്നോ അതിനെക്കുറിച്ച് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ചെയ്യും. ഇപ്പം ഓൺലൈൻ അല്ലെങ്കിൽ ഒരു ഓർഡർ ചെയ്യുമ്പോൾ താഴെ അതിൻ്റെ കീ ഫീച്ചേഴ്സും എല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു കാർ വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ 100 ഫീച്ചേഴ്സ് 100 വീഡിയോസ് കണ്ടിട്ടായിരിക്കും നമ്മൾ ഡിസൈഡ് ആകും. അങ്ങനെ ഇപ്പോഴത്തെ ജനറേഷൻ ഇൻഫോർമേഷൻ സീക്കേഴ്സാണ്. അന്നേരം നമ്മളെ സംബന്ധിച്ച് റാദർ ദാൻ അവിടെ മുകളിലത്തെ ഒരു ഏജ് ലെവലിൽ പോയി പറയുന്നതിനെക്കാട്ടും നല്ലത് താഴെ നമ്മൾ കുട്ടികൾ, സ്കൂൾ കുട്ടികളും കോളേജ് ലെവലിലും പോയിട്ട് അവരുടെ ത്രൂ അവയർനെസ് ചെയ്യുക. ദാറ്റ് ഈസ് വൺ തിങ്. സെക്കൻഡ്, ഞങ്ങൾ അങ്ങനെ ഒരു പെയ്ഡ് പ്രൊമോഷൻസ് ഒരുപാട് ചെയ്യാറില്ല. ഇപ്പം പല ലീഡിങ് മാഗസീൻസ് ആയാലും പലതും ഞങ്ങളെ അപ്രോച്ച് ചെയ്യാറുണ്ട്.
അതിൻ്റെ ഏജൻസികൾ അവാർഡ് ചെയ്യാം ഒക്കെ ആയിട്ട് ഞങ്ങൾ 1 ലക്ഷം രൂപ സെലിബ്രിറ്റി ആയിരിക്കും നിങ്ങൾക്ക് അവാർഡ് തരുന്നത്. ഇതൊക്കെ ഞങ്ങളവിടെ ആലോചിക്കുന്ന 2 സംഭവമുണ്ട്. ഒന്ന്, ഫൈനാൻഷ്യലി നമുക്ക് അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റുമോ. സെക്കൻഡ്, നമ്മൾ അത്രയും ഒരു സെലിബ്രിറ്റിയുടെ അവാർഡൊക്കെ മേടിച്ച് വലിയൊരു പേപ്പറിൽ അങ്ങനെ കൊണ്ടുവന്നാൽ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ബാക്ക് എൻഡിൽ അവരെ സെർവ് ചെയ്യാൻ നമ്മൾ കേപ്പബിൾ ആയോ എന്നുള്ളത് അതും വേണം. യുവർ ഫെയിം റീച്ചിങ് ഹിയർ, യുവർ കേപ്പബിലിറ്റി, കമ്പനി കപ്പാസിറ്റീസ് ഹിയർ, അത് രണ്ടും കൂടെ മാച്ച് ചെയ്ത് കൊണ്ടുവരാൻ ഇത് വേണം. അതായത് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്യുവർലി ടു റീച്ച് ടു പീപ്പിൾ ഈസ് വെരി ക്ലിയർ, ഗോ ത്രൂ സ്കൂൾ ആൻഡ് കോളേജസ്. പിന്നെ അതുകൂടാതെ എന്തെങ്കിലും ക്യാമ്പയിൻസ് നടത്തുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ 500 ടൺസിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടു സേവ് പ്ലാസ്റ്റിക് വിത്തിൻ 24, അതിന് ഞങ്ങളൊരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഞങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ, in each product it will be printed, by using this you are saving this much grams of plastic, saving polluting the world. അന്നേരം ആ പാക്കേജിങ് യൂസ് ചെയ്യുന്ന ഒരാൾക്കൊരു ഫീൽ വരും, ഓ ഞാൻ ഇന്ന് 5 ഗ്രാം അല്ലെങ്കിൽ 10 ഗ്രാം പ്ലാസ്റ്റിക് ഞാൻ സേവ് ചെയ്തു, ഈ ഒരു കോസിലേക്ക് അവരും കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതെ, അങ്ങനെ ഒരു മെസ്സേജ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞങ്ങളൊരു പൗച്ചിൽ അത് വന്ന്, ഞങ്ങളിപ്പം പേപ്പർ എക്സ് നമ്മൾ ചെന്നൈയിലൊരു ഞങ്ങളുടെ ഒരു കൊലാബറേറ്റർ ഞങ്ങളെ പൗച്ച് വാങ്ങി. ഞാൻ അവിടെ എക്സിബിഷൻ എത്തുമ്പോൾ പുള്ളി എന്നെ വിളിച്ചു, എന്ത് പറ്റി. Another most hit part in this entire our stall was people was taking this pouch. അവർ ആ മെസ്സേജ് കണ്ടിട്ട്, മെസ്സേജ് കാണുമ്പോഴാണ് അവർക്ക് സ്ട്രിക്ക് ചെയ്യുന്നത്. അതിൽ നിങ്ങൾ ചെയ്തേക്കുന്നത് വെച്ചാൽ യു മെയ്ഡ് പീപ്പിൾ അക്കൗണ്ടബിൾ, നിങ്ങൾ ഇത്ര സേവ് ചെയ്തു. ഇപ്പം ഇതിങ്ങനെ മെസ്സേജസിൽ പറ്റും, നമ്മൾ എത്ര പോയി സ്പീച്ച് കൊടുത്താലും ഇത് കൊടുത്താലും അത് ആവില്ല. അവരുടെ കയ്യിലെത്തുന്ന പ്രൊഡക്റ്റിൽ അങ്ങനെ ഒരു മെസ്സേജ് വരുമ്പം അവർക്ക് മനസ്സിലാവും. ദെൻ ദേ വിൽ സ്റ്റാർട്ട് ഫ്രം നെക്സ്റ്റ് ഡേ, ഓക്കെ എന്നാൽ ഞാൻ ഈ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ആണല്ലോ. ഇപ്പം ഞങ്ങൾ പലയിടത്തും ഫ്രീ ആയിട്ട് ട്രയൽസ് നടത്തുന്നുണ്ട്. ഇവിടെ പല ഫിഷ് കടയിലും ഒക്കെ ഞങ്ങൾ ഫിഷ് പാക്ക് ചെയ്യുന്ന പൗച്ചസ് ഉണ്ട്. ഞങ്ങൾ 100 പീസ് അവർക്ക് കൊടുക്കും, നിങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുത്തു നോക്കും. അതിലല്ല, ആ കസ്റ്റമേഴ്സിന് അവിടെ എന്തെങ്കിലും വ്യത്യാസം വരുവാണെങ്കിൽ മേ ബി നെക്സ്റ്റ് ടൈം അവർ ചോദിക്കും ഇനി പ്ലാസ്റ്റിക് എന്താണ് തരുന്നത്. നിങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലും ഇപ്പോൾ വർഷയ്ക്ക് വേണ്ടി നടത്തിയ പഠനങ്ങളുടെ ഭാഗമായിട്ടും ഇപ്പോൾ പ്ലാസ്റ്റിക് ഇഷ്യൂ നമ്മൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം അല്ലെങ്കിലും പക്ഷേ എടുത്ത് പറയാൻ പറ്റുന്ന അവിടെയൊക്കെ പറയും വേണം, കാരണം നമ്മൾ ലോകം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എന്താണ് സസ്റ്റൈനബിലിറ്റി ടു യു? ഇപ്പോൾ അതായത് ഒരു ഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സ്റ്റോറി അല്ലെങ്കിൽ ഒരു മെമ്മറി അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുകയാണെങ്കിൽ, വാട്ട് ഈസ് സസ്റ്റൈനബിലിറ്റി ടു യു, അല്ലെങ്കിൽ വാട്ട് ഈസ് സസ്റ്റൈനബിലിറ്റി ഫോർ വർഷ്യ? അല്ല, അത് ഞാൻ പറഞ്ഞ പോലെ കുട്ടികളിൽ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞ ഒരു മെയിൻ സംഭവം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നല്ല എക്സ്പീരിയൻസ് തന്നെ. അപ്പം വീട്ടിൽ തന്നെ നമ്മളിങ്ങനെ പല കാര്യങ്ങൾ പിള്ളേരെടുത്ത്, ഇപ്പം കറണ്ട് ബൾബ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ടാപ്പ് ആവശ്യമില്ലാതെ വെള്ളം കളയുന്നത് ഒക്കെ ഭയങ്കര എപ്പോഴും വഴക്ക് പറയുന്നൊരു സംഭവം. അപ്പം കുട്ടികൾ അത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് പേഴ്സണലി ഒരു ദിവസം ഞങ്ങൾ കാറിലിങ്ങനെ പോകുമ്പം വഴിയിൽ റോഡിലൊരു ടാപ്പ് തുറന്ന് കിടക്കുന്നു. അപ്പം മോള് ഭയങ്കരമായിട്ടും വെള്ളം വെച്ച്, അച്ഛാ കാറ് നിർത്ത്. അപ്പം എന്താ കാര്യം, അവിടെ ഒരു ടാപ്പ് തുറന്ന് കിടക്കുന്നത്, പോയി അടച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി വണ്ടി നിർത്തി ഇറങ്ങി പോയി ടാപ്പ് അടച്ചു. അപ്പോഴേ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ എന്താണ് വീട്ടിൽ ചെയ്യാൻ തന്നെ ചെയ്തു കൊടുക്കുന്നത്. കുട്ടികൾ അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ അത് കയറുന്നുണ്ട്. ലൈറ്റ് അണയ്ക്കുന്നത്, അപ്പം അവർ കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് ചെയ്യുന്നത്. ആദ്യമൊക്കെ നമുക്കത് ഫീൽ ചെയ്യും, ബട്ട് വരിക അവരത് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ പെട്രോൾ പമ്പിൽ ചെല്ലുമ്പം മോൻ സ്ട്രിക്റ്റ് ആയിട്ടും എഞ്ചിൻ ഓഫ് ചെയ്യിപ്പിക്കും. പുള്ളിക്കാരൻ ഓഫ് ചെയ്തില്ലെങ്കിൽ അച്ഛൻ ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പിള്ളേർ പറയുമ്പോൾ നമ്മളും മോശമല്ലേ എന്നുള്ളൊരു ഇത് വരും. അപ്പം അതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പം ഏതൊരു പാരൻ്റ് അടുത്ത് കുട്ടികൾ പറയാം, അച്ഛൻ അത് ചെയ്യുന്നത് ശരിയല്ല, ഇതിൽ വാങ്ങുന്നത് ശരിയല്ല എന്ന് കുട്ടികൾ പറയുമ്പം കുട്ടികൾ വരെ പറയുന്നത്. അപ്പം നമ്മളത് ചെയ്യുന്നത് ശരിയല്ല എന്ന് അവർ ഒന്നുകൂടെ ചിന്തിക്കും, എന്തുകൊണ്ട് കുട്ടി അത് പറഞ്ഞു. ഒന്നുകിൽ സ്കൂളിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും അവൻ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം നമ്മളതൊരു തെറ്റ് ചെയ്ത് കുട്ടിയെ പഠിപ്പിക്കണ്ട എന്നുള്ളൊരു മോറൽ ഇത് എപ്പോഴായാലും ഒരു പാരൻസിന് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ മെയിൻലി കുട്ടികളെ ത്രൂ ഇതിലോട്ട് ഇറങ്ങാമെന്നുള്ളത്. അത് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയൊരു അനുഭവം വെച്ചാണ് ഞങ്ങളത്. അത് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് മാത്രമല്ല നമ്മൾ സസ്റ്റൈനബിലിറ്റി വരുന്നത്. ഒരുപാട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനർജി സേവിങ്, കാർബൺ ഫുട് പ്രിൻറ്റ്, ഇതെല്ലാം വരുന്നതാണ്. സോ അതിന് ഒരു ആംഗിളിൽ നമുക്ക് വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ആൾ വീട്ടിലുണ്ട്. സോ വീട്ടിൽ എന്തൊക്കെ കാര്യം അയാൾക്ക് ടേക്ക് കെയർ ചെയ്യുക. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യുക, പ്ലാസ്റ്റിക്കിൻ്റെ കൺസംഷൻസ് കുറയ്ക്കുക, പുള്ളിയുടെ ജോബിൽ പോകുമ്പം വീട്ടിലെന്താ ട്രാവൽ ഇതിൽ എന്ത് മീഡിയമാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുക. ജോബ് വർക്കിൽ എന്തൊക്കെ പ്ലാസ്റ്റിക്സ് അല്ലെങ്കിൽ ഇപ്പം എനർജി സേവിങ്, അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ക്യാൻ കോൺട്രിബ്യൂട്ട് ലോട്ട് ഇൻ എ ഡിഫറെൻറ്റ് പ്ലേസ്, ഹോം, ഓഫീസ്, ഇൻ ദ പബ്ലിക്. ഇതിൽ ഒരു സോഷ്യൽ സെൻസ് നമ്മളെ കുട്ടികളിൽ ഇനിയും ക്രിയേറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പോൾ ഒരു വേസ്റ്റ് വന്നാൽ വേസ്റ്റ് തറയിൽ കിടക്കാൻ പാടില്ല. ഈ പറഞ്ഞ ഒരു സ്റ്റോറി ഞാൻ ഒരിക്കലും എയർപോർട്ടിൽ ട്രാവൽ ചെയ്യുമ്പം
ഒരു 5 വയസ്സുള്ള ഒരു പയ്യൻ, അതിൻ്റെ ഗ്രാൻഡ് മദർ, അമ്മ, ഇവർ 3 ഇരിക്കുവാണ്. ഞങ്ങൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കാം. ആ ഗ്രാൻഡ് മദർ എന്ത് ചോദിച്ചാൽ പേപ്പർ കപ്പിൽ കോഫി ഇങ്ങനെ കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് എഴുന്നേക്കാൻ പോയി. ആ കുട്ടി വന്ന് എന്നെ കൈ പിടിച്ച് നിർത്തി. എൻ്റെ മുമ്പിൽ നടക്കുന്നതാണ്. ഇതൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയി വേസ്റ്റ് ബിന്നിൽ ഇട്ടു. എന്നാൽ ആ കുട്ടിക്ക് മെസ്സേജ് വീട്ടിൽ നിന്ന് ആയിരിക്കില്ല കിട്ടിയത്, എന്നാൽ സ്കൂളിൽ നിന്നായിരിക്കും കിട്ടിയത്. മനസ്സിലായില്ല? അത്രയും പബ്ലിക്കിൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും അതിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടാണ്. സോ ദിസ് ഈസ് വാട്ട് വി ആർ ലുക്കിംഗ്. ഞങ്ങളിപ്പോൾ കുറച്ച് സ്ക്രിപ്റ്റ്സ് വീഡിയോസൊക്കെ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ കുറച്ച് കുട്ടികളായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള കുട്ടികൾ, ഫേമസ് ആർട്ടിസ്റ്റിനൊക്കെ ഞങ്ങൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ടു ബ്രിങ് ദം ടു സ്പ്രെഡ് ദിസ് കൈൻഡ് ഓഫ് മെസ്സേജസ്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാണെങ്കിൽ തിയേറ്ററിലെ ഈ സിഗരറ്റിൻ്റെ മെസ്സേജോ അതുമാതിരി ഞങ്ങളുടെ മെസ്സേജസും വെരി സൂൺ മിക്ക ലീഡിങ് തിയേറ്റേഴ്സിലും ഞങ്ങളത് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വർഷയുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലും ഈ സസ്റ്റൈനബിലിറ്റി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മേക്ക് ഷുവർ ചെയ്യണത് അതെങ്ങനെയാണ് അതിനെ ഇമ്പാക്ട് ചെയ്യുന്നത്? അല്ലെ, നമ്മള് ഈ പറഞ്ഞ പോലെ പറയുന്നത് കൊണ്ട് മാത്രമല്ല, ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ ഓഫീസിൽ വരുമ്പോൾ മിക്കവാറും എല്ലാവരും പറയും, ഇവിടെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഈവൻ നമ്മൾ മാക്സിമം ഇപ്പം നമ്മളിവിടെ ഒരു ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് ചായ കൊടുക്കുന്നതായാലും അല്ലെങ്കിൽ നമ്മൾ മാക്സിമം അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ വീട്ടിലും മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. കഴിവതും പ്ലാസ്റ്റിക് ഉപയോഗിക്കാനും കഴിവതും സസ്റ്റൈനബിൾ. ഇപ്പം കടയിൽ പോകുമ്പോൾ നമ്മൾ തന്നെ ബാഗ് ക്യാരി ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം ഈ സസ്റ്റൈനബിലിറ്റി നമ്മൾ പറയുന്നില്ല, പേപ്പർ പ്രോഡക്ട്സ് തന്നെ എടുക്കണം. പണ്ടൊക്കെ കാലത്ത് നമ്മൾ ഭക്ഷണം മേടിക്കുമ്പം വീട്ടിൽ നിന്ന് കണ്ടെയ്നർ കൊണ്ടുപോയായിരുന്നു മേടിച്ചുകൊണ്ട് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ആൾക്കാർ അത് കൊണ്ടുപോകാൻ മടിച്ചിട്ട് ആണ് ഈ പ്ലാസ്റ്റിക്കും അലൂമിനിയം ഫോയിൽസും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. പണ്ട് ഇപ്പം നമുക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ മേടിക്കണമെങ്കിൽ പണ്ടത്തെ കാലത്ത് അവർ എന്തെങ്കിലും കണ്ടെയ്നർ കഞ്ഞിയൊക്കെ മേടിക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പോലെ നമ്മളെ സ്റ്റീൽ പാത്രങ്ങൾ കൊണ്ടുപോയായിരുന്നു വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പം ഇപ്പം ഒരുപാട് സ്ഥലത്ത് ഇപ്പം ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഹോട്ടൽസിൽ പാഴ്സൽ വാങ്ങുന്നവർ അവർ സാധനം കൊണ്ടുവന്ന് അതിൽ തന്നെ വാങ്ങിക്കൊണ്ട് പോകുന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രാക്ടീസ് നമ്മളാൽ കഴിയുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലാതെ നമ്മള് വേറെ ആരെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. സസ്റ്റൈനബിലിറ്റി ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ 2 സൈഡാണ്. ഒന്ന് വന്നിട്ട് പേഴ്സണൽ ഹെൽത്തിന്റെ, സെക്കൻഡ് വന്നിട്ട് മദർ എർത്തിന്റെ ഹെൽത്ത്, അല്ലെ? എൻവയോൺമെന്റും പേഴ്സണൽ ഹെൽത്ത്. ആൾക്കാർ കൂടുതൽ കോഷ്യസ് പേഴ്സണൽ ഹെൽത്താണ്, എൻവയോൺമെന്റിലോട്ട് അത്ര ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ഇപ്പം ഞങ്ങളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പം പുള്ളിയുടെ ഹെൽത്തിൻ്റെ ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ള സംഭവമാണ്, ഒരുപാട് ഡോക്ടേഴ്സ് ഇന്ന ആഹാരം കഴിക്കണം, അത് കഴിക്കണം, ഇത് കഴിക്കണം എന്നൊക്കെ പറയും. ബട്ട് ഞങ്ങൾ പറയും ദ ബെസ്റ്റ് ഫുഡ് എവർ യു ഷുഡ് ഗെറ്റ് ഇസ് എ വൺ പ്ലേസ്. എവിടെയാണെന്നറിയോ? ഹോസ്പിറ്റൽസിൻ്റെ ക്യാൻറ്റീൻസിൽ. അവിടെ പേഷ്യൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഫുഡായിരിക്കും, പക്ഷെ ബൈസ്റ്റാൻഡറിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അവർ വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒരു ക്യാൻറ്റീനിൽ പോയി കഴിക്കുന്ന ഫുഡ് അതാണ്. പഴംപൊരിയും ഈ പറഞ്ഞ പോലെ എല്ലാ എണ്ണമയം എല്ലാം കിട്ടുന്നത് നോർമൽ റെസ്റ്റോറൻറ്റ്സിൽ കിട്ടുന്ന എല്ലാ ഫുഡുമാണ് എല്ലാ ഹോസ്പിറ്റൽ ക്യാൻറ്റീൻസിലും കിട്ടുന്നത്. ചേഞ്ച് ഷുഡ് കം ഫ്രം ദെയർ. ഹോസ്പിറ്റലിൽ വരുന്നവർ വിശന്നിരിക്കില്ല, അവർ എന്തെങ്കിലും കഴിക്കും. നിങ്ങൾ നല്ല സാലഡ്സോ അങ്ങനെയുള്ള നല്ല ഹെൽത്തി ഫുഡ്, ഈ വീഡിയോയിൽ പറയുന്ന ഡോക്ടേഴ്സ് പറയുന്ന ഓരോ സംഭവം നിങ്ങൾ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യും. ക്യാൻറ്റീൻസിൽ അത് കൊടുക്കുക, ആൾക്കാർ വിശക്കുമ്പോൾ കഴിക്കണമല്ലോ എന്തെങ്കിലും, അപ്പോൾ അവർ വാങ്ങി കഴിക്കും. ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദെയർ. ഇന്ന് സ്കൂളുകളിൽ പറയും ഇന്ന പ്രോഡക്റ്റ് കഴിക്കരുത്, ജങ്ക് ഫുഡാണ്. ഞങ്ങളുടെ ചോദ്യം ഇത്രയാണ്, ആ ജങ്ക് ഫുഡിൻ്റെ കമ്പനിയിൽ ആരെങ്കിലും വർക്ക് ചെയ്യാൻ പോകുന്നത് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ ജങ്ക് ഫുഡ് ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചാൽ ബിസിനസ് ഒരു കാര്യവും നടക്കില്ല. സോ വി കാൺ ഡയറക്റ്റ് ഹിറ്റ് ഈച്ച് ദിസ് വൺ. അതിൻ്റെ ഒരു മിനിമൈസ്, ഓരോ വലിയ പ്രോബ്ലത്തിന് ചെറിയ ചെറിയ ഇതിനായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്ത് പോയെങ്കിലേ കാര്യമുള്ളൂ. സസ്റ്റൈനബിലിറ്റി ആംഗിളിൽ ഇറ്റ് ഷുഡ് ചേഞ്ച് ഫ്രം ദ ഗവൺമെൻറ് സൈഡ്. സെക്കൻഡ്, ഈ പറഞ്ഞ ഇപ്പോൾ ഹോസ്പിറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ഇത്. സെക്കൻഡ്, ഗവൺമെൻറ് സൈഡ് പബ്ലിക്കലി വേസ്റ്റ് ഡിസ്പോസൽ. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ റീസൈക്ലിംഗ് പ്രോപ്പറായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതാണ്. കേരളത്തിലായാലും ഇന്ത്യയിലായാലും വേൾഡ് ഓവർ ഇതാണ്. 90% ഓഫ് ദ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പോകാറില്ല. കാരണം അത് വല്ല ഡ്രെയിനിലോ അവിടെ ഇവിടെയൊക്കെ പോയി ചോക്ഡ് ആവുന്നുണ്ട്. ഞാൻ നോർത്ത് ഇന്ത്യയിലും പലയിടത്തും പോകുമ്പോൾ കാണുന്ന ഒരു ദയനീയമായ സീനാണ്, പശു ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ ഇടയ്ക്ക് നിന്ന് എന്തെങ്കിലും ചേർന്ന് കഴിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഇങ്ങനെ വയറിൽ പോവുകയാണ്. പബ്ലിക്കിൽ പ്രോപ്പറായിട്ടൊരു വേസ്റ്റിനെ റീസൈക്കിൾ ചെയ്യാനുള്ള ഒരു ഇത് വേണം. ഹെൽത്ത് ഇഷ്യൂസ് പറയുകയാണെങ്കിൽ എൻ്റെ അഡ്വൈസ് ആണ് ഓൾ ഡോക്ടേഴ്സ്, യു ഇൻസിസ്റ്റ് ദാറ്റ് യുവർ ഹോസ്പിറ്റൽ ഷുഡ് സ്റ്റാർട്ട് എ ഹെൽത്തി ഫുഡ് സിസ്റ്റം ഫ്രം ദ ക്യാൻറ്റീൻ ഇറ്റ്സെൽഫ്. അതുപോലെ നമ്മൾ ഇടയ്ക്ക് ഞങ്ങളിവിടെ ചെറിയ കഫ്റ്റീരിയസ് ആയിട്ട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഫുഡ് മേടിക്കാൻ വരുമ്പോൾ അവർ ഓബ്വിയസ് നോർമൽ അലുമിനിയം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ ഫ്രീ ആയിട്ടാണ് പാഴ്സൽസ് പാക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ എക്സ്ട്രാ പ്ലാസ്റ്റിക്കിൻ്റെ കാട്ടി നിങ്ങൾക്ക് 2 രൂപ എക്സ്ട്രാ ആവുന്നു. അപ്പം നിങ്ങൾ 2 ഓപ്ഷനും വെക്കുക. കസ്റ്റമറിനോട് പറയാം, സാർ ഈ പാക്കേജിംഗ് ഉണ്ട്, ഈ പാക്കേജിങ്ങും ഉണ്ട്.
ഇതിനാണെങ്കിൽ സാറിന് ഞാൻ ഫ്രീ ആയിട്ട് തരാം, ഇതിനാണെങ്കിൽ ഞാൻ 2 രൂപ എക്സ്ട്രാ എടുക്കും. കസ്റ്റമർ ക്യാൻ ഡിസൈഡ് 2 രൂപ കൊടുത്ത് എനിക്കത് വാങ്ങണോ അതെ ഞാൻ ഈ പ്ലാസ്റ്റിക് കൊണ്ടുപോകണോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പം ഞങ്ങൾ അതും അവരോട് പറയാറുണ്ട്, നിങ്ങൾ 2 ഓപ്ഷനും വെക്കുക, എന്നിട്ട് കസ്റ്റമറോട് ഇത് ഫ്രീ ആണ്, ഇതിന് 2 രൂപ ഞാൻ എക്സ്ട്രാ ചാർജ് ചെയ്യും, ഏതിൽ വേണം. That 2 rupees is a contribution of that customer to the environment. അത് 2 രൂപ ഞാൻ, അപ്പം അത് കസ്റ്റമറിന്റെ ഭാവിയിൽ ആരോഗ്യം, ഈ 2 രൂപ ഞാൻ എക്സ്ട്രാ കൊടുത്ത് ഞാൻ എൻ്റെ ആരോഗ്യം ഭാവിയിലേക്ക് ഇതാക്കണോ അതേ ഞാൻ 20,000 രൂപ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കണോ എന്നുള്ളത് കസ്റ്റമർ ആഗ്രഹിച്ചു. അത് അവർക്കൊരു ഓപ്ഷൻ നമ്മൾ കൊടുക്കണം. ഓപ്ഷൻ ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ എങ്കിൽ അവരെന്ത് ചെയ്യും? സോ അത് ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ചെറിയ കോഫി ഷോപ്സിലും അങ്ങനെ നിങ്ങൾ 2 ഓപ്ഷനും വെക്കുക, കസ്റ്റമറോട് പറയുക ഇതിന് ഇത്ര പൈസ എക്സ്ട്രാ ആവും. സോ അങ്ങനെയും ഒരു ഇത് ഞങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സസ്റ്റൈനബിലിറ്റി എന്നുള്ളത് നമുക്ക് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ലോകത്തൊരു ഓപ്ഷൻ അല്ല, നമ്മളത് തുടരേണ്ട എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെ, അത് കാരണം ഈ റിസോഴ്സസ് നമ്മുടെ ലോകത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സമ്പത്തുകളും റിസോഴ്സസും എല്ലാം നമുക്ക് മാത്രം യൂസ് ചെയ്യാനുള്ളതല്ല, നമുക്ക് ശേഷമുള്ള ജനറേഷനും ഇത് അനുഭവിക്കാനുള്ളതാണ്. അതില്ലാത്തതുകൊണ്ടാണ് ഇപ്പം വേറെ പ്ലാനറ്റിൽ റിസോഴ്സ്. അതെ അതെ അതെ, നമ്മൾ ഇനി അടുത്തത് ഈ ഇത് ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള. അതെ, ഇലോൺ മസ്ക് ഒക്കെ ആ രീതിയിലാണ്, ഇപ്പോൾ സ്പേസ് എക്സ്പ്ലോറേഷൻ പ്രോഗ്രാംസ് ഒക്കെ ആ രീതിയിലാണ് നടന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയ്ക്ക് ഇനിയും കോൺട്രിബ്യൂഷൻസ് ആയിട്ട് ഇപ്പോൾ ഇൻഡിവിജ്വൽസ് ആണെങ്കിലും സ്റ്റാർട്ടപ്പുകളാണെങ്കിലും കുറേ ഐഡിയാസും സൊല്യൂഷൻസും ഒക്കെ വരേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ ഇതിൽ സ്റ്റാർട്ടപ്പ് ആയിട്ടോ അങ്ങനെ ഐഡിയാസ് വരാത്തവരാണെങ്കിൽ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ഇത്തരം ആശയങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ഐഡിയാസ് ആയിട്ട് വരുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ സ്റ്റാർട്ടപ്പുകളായിട്ടോ അല്ലെങ്കിൽ ക്യാമ്പയിനുകളായിട്ടൊക്കെ വരുന്ന ആൾക്കാർ, അവർക്ക് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഒരു ഗൈഡൻസോ അല്ലെങ്കിൽ ഒരു അഡ്വൈസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? മെയിനായിട്ട് പറയാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു വർഷം കൊണ്ട് ഈ ലോകത്തിന്റെ 0.1% പോലും നമുക്ക് ആൾക്കാരെ ക്യാറ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ 1000, 10,000 കണക്കിന് ആൾക്കാർ ഈ ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഉണ്ടായെങ്കിലേ നമുക്ക് വേൾഡ് ഫുള്ള് ക്യാറ്റർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വളരെ 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 ഒരു ചുരുങ്ങിയ ഒരു നോട്ടബിൾ ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് പോലും നമുക്കത് ക്യാറ്റർ ചെയ്യാൻ പറ്റും. മാക്സിമം ആൾക്കാർക്ക് പുതിയ ഐഡിയകൾ, ഡെയിലി പുതിയ ഐഡിയാസ് വരിക, അതാണ് ഏറ്റവും നല്ലത്. എന്തൊക്കെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും അത്രയും സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് എവിടെ നിന്നൊക്കെ ആർക്കൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അവരൊക്കെ എത്രത്തോളം 1000, 10,000 ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ബിസിനസ് തുടങ്ങിയാലും വേൾഡിൽ ഇത് കാരണം ഫുഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ FMCG എന്ന് പറയുന്ന അത്രയും വലിയൊരു ഇൻഡസ്ട്രിയാണ്. ഡെയിലി കൺസപ്ഷൻ. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു കോവിഡ് വന്നതിന് ശേഷം സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ എവിടെ നിന്ന് എവിടെ വരെ എത്തി. പണ്ടത്തെ ഒരു 10 years ബാക്ക് ആൾക്കാർ ഹോട്ടലിൽ പോകുന്ന ഒരു ഫ്രീക്വൻസിയിലല്ല, ഇപ്പം വീക്ക്ലി ട്വൈസ് എങ്കിലും പുറത്തുനിന്ന്. പണ്ട് വീട്ടിൽ നിന്ന് ഫുഡ് വർഷത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ ഒക്കെ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്ന ഒരു ട്രെൻഡായിരുന്നു, അല്ലെ ഓർഡർ ചെയ്യുന്ന ട്രെൻഡായിരുന്നു. ഇപ്പം അങ്ങനെ അല്ലല്ലോ. അപ്പം ഇതിലൊന്നും ഒരിക്കലും ഇനി പുറന്നോട്ട് വരും എന്നുള്ളൊരു ചിന്തയില്ല, ഇത് ഇനി കൂടിയേ വരുള്ളൂ. കാരണം പണ്ട് ഹൗസ് വൈഫ്സ് കൂടുതലായിരുന്നു, ഇപ്പം ഹസ്ബൻഡും വൈഫും വർക്ക് ആവുന്നു. അപ്പം ചില ദിവസം ഹെക്ടിക് ഷെഡ്യൂൾസിൽ അവർക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് എക്സ്ക്യൂസസ് ഉണ്ട് ആൾക്കാർക്ക് ഫുഡ് പുറമേ നിന്ന് മേടിക്കാനും ഇതിനൊക്കെ. അപ്പൊ ഇതൊരിക്കലും കുറഞ്ഞു വരില്ല, കൂടി വരും. അപ്പൊ എത്രത്തോളം ഇന്നോവേഷൻസ് വരുന്നു, എത്രത്തോളം ടെക്നോളജീസ് വരുന്നു, എത്രത്തോളം വലിയ വലിയ കമ്പനീസ് ഇത് ഏറ്റെടുക്കുന്നു, ഇതെല്ലാം മാറ്റർ ചെയ്യും. അത് കൂടിയേ വരുള്ളൂ, കുറഞ്ഞു വരില്ല. ഞങ്ങളുടെ അപ്പോൾ സ്റ്റാർട്ടപ്സ് ഇപ്പം ആരെങ്കിലും ഇങ്ങനെ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരും, ഞങ്ങളുടെ ബിസിനസ് മോഡൽ അത് ഇതാവും, ഡെഫിനറ്റ്ലി വി വിൽ നറിഷ് ദം. ഓക്കെ, ഞങ്ങൾ അതിൻ്റെ സപ്പോർട്ടിൽ ഞങ്ങളുണ്ട്. സെക്കൻഡ്, ഈ പറഞ്ഞ മാതിരി ഒരു നോർമൽ ബിസിനസ്സിൽ ഞാൻ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തു, 2 വർഷം കഴിയുമ്പോൾ ഞാനൊരു മെർസിഡീസിൽ കറങ്ങണം, അല്ല അങ്ങനെ ഒരു ഹൈ ഇതിൽ വരും, എക്സ്പെക്ടേഷൻസോട് വരാൻ പറ്റിയൊരു ബിസിനസ് അല്ല ഇത്. കാരണം ഇത് ഇസ് എ സ്ലോ മൂവിങ് ആണ്, പ്രോഫിറ്റ് പതുക്കെ വരുള്ളൂ, ബട്ട് ഇറ്റ്സ് എ ലോങ്ങർ ഗെയിം. ഈ ഒരു നെക്സ്റ്റ് 10-15 ഇയേഴ്സിലേക്കുള്ള പ്ലാൻ ചെയ്ത് വരുന്നവർക്കാണ് ഇത് കുറച്ചും കൂടെ വരുന്നത്. അതായത് ഇമ്മീഡിയറ്റ്ലി നമ്മളിപ്പോൾ തുണിക്കട നടത്തണമെങ്കിൽ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ദിസ് വിൽ ടേക്ക് ടൈം ആൻഡ് ഇറ്റ്സ് എ സ്ലോ പ്രോഫിറ്റ് കമ്മിങ്, റിട്ടേൺ ROH സ്ലോ ഇതാണ്, ബട്ട് ദിസ് ഈസ് ഗോയിങ് ടു എ വെരി ബിഗർ ബിസിനസ്. ഇപ്പോഴേ നമ്മൾ അതിനകത്ത് ആ സ്പേസിലോട്ട് കയറിയാൽ യു വിൽ ബി മച്ച് മേച്യൂർഡ് വെൻ ദ മാർക്കറ്റ് ഇറ്റ്സെൽഫ് ഇസ് റെഡി ടു അക്സെപ്റ്റ് ഇൻ എ വോളിയം ബേസിസ്. ഞങ്ങളുടെ ഫോക്കസ് അതാണ്. 5 years ഡൗൺ ദ ലൈനിൽ മാർക്കറ്റ് പോർട്ടൽ ഓപ്പൺ ആകുമ്പം വർഷേഴ്സ് സ്റ്റാൻഡ് ഇൻ എ വെരി സ്ട്രോങ് പൊസിഷൻ, എല്ലാത്തിനെയും ക്യാറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്.